നമസ്തേ. വിദേശ ഫണ്ടിങ്ങിൽ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച മതപരിവർത്തനത്തിൻ്റെ ഉദ്വേഗജനകമായ വാർത്തകളാണ് ഉത്തർപ്രദേശിൽ നിന്ന് വരുന്നത്. ചാങ്ങൂർ ബാബയെന്നും പിർ ബാബയെന്നും അറിയപ്പെടുന്ന ജലാലുദ്ദീൻ്റെ നേതൃത്വത്തിലാണ് മതപരിവർത്തനം. ഇയാൾ നേപ്പാൾ അതിർത്തിയിലുള്ള ബൽറാംപൂർ ജില്ലയിലെ രഹ്റാം മാഫി സ്വദേശിയാണ്. ഉത്രാവുളയിലെ മധുപൂർ ഗ്രാമത്തിലാണ് ചാങ്ങൂർ ബാബയുടെ മതപരിവർത്തന കേന്ദ്രം. ഇവിടെ 40 കോടി രൂപയുടെ സൗധമാണ് ഇയാൾക്കുള്ളത്. സമീപത്തായി മദ്രസയും പള്ളിയുമുണ്ട്. ഇവിടെ എത്തിച്ചാണ് ആയിരക്കണക്കിന് ഹിന്ദു യുവതികളെ ഇയാൾ നിർബന്ധിത മതപരിവർത്തനത്തിനിരയാക്കിയത്. അവരുടെ സാമ്പത്തിക പരാധീനതയും സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയും എന്തിനധികം വൈദവ്യവും ഇയാൾ ചൂഷണം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ വലയിലാക്കാൻ ചെല്ലും ചെലവും നൽകി യുവാക്കളുടെ ഒരു ടീമിന് തന്നെ ഈ മതഭ്രാന്തൻ രൂപം നൽകി. ഉത്തർപ്രദേശ് ATSഉം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും EDയും IBയും NIAയും ഒരേ സമയം കേസ് അന്വേഷിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡിബേറ്റ്. ചാങ്ങൂർ ബാബയുടെ മതപരിവർത്തന കേന്ദ്രത്തിലെത്തി റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഡൽഹി പ്രതിനിധി S ശ്രീകാന്തിനൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, മാധ്യമപ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനുമായ CVM വാണിമേൽ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീകാന്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീകാന്ത്, മതപരിവർത്തന കേന്ദ്രത്തിലെത്തി വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ ശ്രീകാന്തിന് അനുഭവങ്ങൾ പങ്കുവെക്കാനാകും. ഈ പ്രദേശത്തുള്ളവർക്ക് ഇതേപ്പറ്റി, ഇങ്ങനെയൊരു മതപരിവർത്തന കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിവില്ലായിരുന്നോ, അതോ തികച്ചും രഹസ്യാത്മക സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരുന്നോ ഇതിൻ്റെ പ്രവർത്തനം? യോഗി ആദിത്യനാഥിൻ്റെ UPയിൽ ഒരു നിർബന്ധിത മതപരിവർത്തന കേന്ദ്രം നടത്താനുള്ള പിന്തുണ ജലാലുദ്ദീന് ആര് നൽകി? ശ്രീകാന്ത്. അനിൽ നമ്പ്യാർ, ഈ വാർത്ത നേരത്തെ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ഈ വാർത്ത സ്വാഭാവികമായും ഈ മതപരിവർത്തനം, ലവ് ജിഹാദ്, ആസൂത്രിത മതപരിവർത്തനം, പ്രണയ ജിഹാദ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരു നെഗറ്റീവായ രീതിയിലാണ് ഇതിനെ കാണാൻ ശ്രമിക്കുന്നത്. അതിനാൽ തന്നെയാണ് നമ്മൾ അത് ഡൽഹിയിലിരുന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. നമ്മൾ ആ സ്ഥലത്തേക്ക് തന്നെ പോകാൻ തീരുമാനമെടുക്കുകയും 17-ാം തീയതി നമ്മൾ ഇയാളുടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. ഞാനും ക്യാമറമാൻ കൃഷ്ണകുമാറുമാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. പോകുമ്പോൾ തന്നെ നമ്മൾ ചില ആളുകളുമായി സംസാരിച്ചിരുന്നു. അത് ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലുള്ള ചില ആളുകളുമായാണ് സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞത് ആ പ്രദേശം പോകാൻ അത്ര സുരക്ഷിതമല്ല എന്ന മറുപടിയാണ് നമുക്ക് കിട്ടിയത്. പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ ഒരു പക്ഷേ അവിടെ പകർത്താൻ കഴിഞ്ഞേക്കും. തിരികെ വരുമ്പോഴും മറ്റും നിങ്ങൾ ചേസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അത് എങ്കിലും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. 17-ാം തീയതി ഞങ്ങൾ രാവിലെ പുറപ്പെട്ടു. അവിടെ എത്തി. ആ പ്രദേശത്തേക്ക്, മധുപൂരിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് മുൻപ് തന്നെ, അത് ബൽറാംപൂർ ജില്ലയിലെ ഉത്രോള എന്ന് പറയുന്ന സ്ഥലത്ത് മധുപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജാണത്. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ ചെന്നു. ഞങ്ങളുടെ നമ്മുടെ ചാനലിൻ്റെ ആ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് പോയത്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അതിൻ്റെ അവിടുത്തെ ഒരു നേച്ചർ മനസ്സിലായിരുന്നു. മുൻപിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ മധുപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രം പോലീസ് വിന്യാസമുണ്ട്. അതോടൊപ്പം CRPFനെയും വിന്യസിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സുരക്ഷിതരാണ് എന്ന് ബോധ്യപ്പെട്ടു. വാഹനം അവിടെ ഇട്ടു. അവരുമായി സംസാരിച്ചു. കേരളത്തിൽ നിന്ന് വരുന്ന ചാനലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണെന്ന് അറിയിച്ചു. റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ പോവുകയും ചെയ്തു. അവിടെ ഇപ്പോൾ അനിൽ നമ്പ്യാർ ചോദിച്ചതുപോലെ ഞങ്ങൾ അവിടെ കണ്ട ഒരു കാഴ്ച, യോഗി ആദിത്യനാഥിൻ്റെ ഭരണകൂടം ഈ അനധികൃത മതപരിവർത്തന കേന്ദ്രം, 40 കോടിയുടെ സൗധം, അത് തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഒരു തരത്തിലും അതിനോട് ക്ഷമ എന്നൊരു കാര്യം അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കർശനമായ നടപടിയെടുത്തു. പിന്നീട് ഞങ്ങളിത് അന്വേഷണ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഞങ്ങളവിടെ 1-2 ഇരകളെ കണ്ടിരുന്നു. പക്ഷേ അവരാരും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ആ പ്രദേശം അങ്ങനെയാണ് അനിൽ നമ്പ്യാർ. അവിടെ അവരെല്ലാവരും തന്നെ ഭീതിയിലാണ്. അത് അയാളുടെ ഒരു രാക്ഷസൻ കോട്ടയാണ് ഈ മധുപൂർ എന്ന് പറയുന്ന സ്ഥലം.
അവിടേക്ക് കടന്നു കയറിയാൽ നമ്മൾ സദാ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അത് തിരികെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്ന് ആ രാക്ഷസൻ കോട്ടയിൽ അടച്ച് അവിടെ മതപരിവർത്തനം നടത്തുകയായിരുന്നു എന്നുള്ളത് ആ പ്രദേശവാസികൾക്കൊക്കെ തന്നെ അറിയാം. അയാളുടെ ചെയ്തികൾക്ക് പിന്തുണ നൽകുന്ന ആളുകളായിരുന്നു അവിടെ കൂടുതലും എന്നുള്ളതാണ് അയാൾക്ക് ഏറ്റവും വലിയ ഗുണകരമായി മാറിയത്. ആ കെട്ടിടം ഒന്ന് കാണണം. 40 കോടിയുടെ ഒരു മാൻഷനാണത്. അത് ഒട്ടനവധി ആളുകൾക്ക് താമസിക്കാനുള്ളത്, പഠിക്കാനുള്ളത്, അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത്, അങ്ങനെ നിരവധി സ്ഥലം. അതിന് തൊട്ടപ്പുറത്ത് ഒരു മദ്രസയുണ്ട്, ഒരു പള്ളിയുണ്ട്. അത് അയാളുടെ ഒരു രാക്ഷസൻ കോട്ട പോലെയാണ് അയാൾ കൊണ്ടു നടന്നത്. ഇനി അതിൻ്റെ മതിൽ, അനിൽ നമ്പ്യാർ ചോദിച്ചു ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നത് ജനങ്ങൾ അറിയില്ലേ എന്ന്. അതിൻ്റെ ഒരു മതിൽ തന്നെ കാണണം. ഒരു 3 ആൾ പൊക്കത്തിൽ ഒരു മതിൽ കെട്ടി അതിന് മുന്നിൽ ഈ മിലിറ്ററി കോമ്പൗണ്ടുകളിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള കമ്പികൾ കെട്ടി അത് സംരക്ഷിച്ചുകൊണ്ടാണിരുന്നത്. അതിന് പരിപൂർണമായും സുരക്ഷ നൽകാൻ അയാളുടെ തന്നെ സ്വന്തം സുരക്ഷാ സേന പോലെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. 500 കോടി രൂപ പാകിസ്ഥാനിൽ നിന്നടക്കം ഇയാൾക്ക് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. 22 ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവരെ പരിശോധിച്ചതിൽ 60 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതും. NIA, ED, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോ, ഉത്തർപ്രദേശ് ATS എന്നിവർ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. 1000 യുവാക്കളെ ഇയാൾ സജ്ജീകരിച്ച് നിർത്തിയിരുന്നു ഈ പ്രണയം നടിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് എന്നാണ് അവിടെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾക്ക് സഹായിയായി ഉണ്ടായിരുന്നത് ജമാലുദ്ദീൻ എന്ന ഇയാളുടെ മകനാണ്. ഒപ്പം തന്നെ നീതു എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ മതം മാറ്റി നസറീനാക്കിയും ഇയാൾ ഒപ്പം നിർത്തിയിരുന്നു. അതിൽ ചില പെൺകുട്ടികളെ ദുബായിലേക്ക് കടത്തിയിരുന്നു എന്നുള്ള കാര്യവും നീതു മലയാളിയാണോ? നീതുവിന്റെ ഫോട്ടോ കണ്ടപ്പോൾ മലയാളി ലുക്കുണ്ട്. മലയാളിയാണോ ഇനി? മലയാളി അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. നീതു എന്ന നസറീൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. മലയാളിയാണ് എന്നൊരു വിവരമല്ല നമുക്ക് പോലീസിൽ നിന്നും കിട്ടിയത്. കാരണം ഈ കേസ് കുറച്ച് സെൻസിറ്റീവ് കേസാണ്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പോലീസും തയ്യാറല്ല, EDയും അതോടൊപ്പം തന്നെ NIAയിൽ നിന്നും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പോലീസിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് അവിടുത്തെ ബൽറാംപൂരിൽ നിന്നും നമ്മൾ അവിടുത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. അവരിൽ നിന്നും കിട്ടിയ വിവരമനുസരിച്ച് മലയാളി അല്ല എന്ന തരത്തിലുള്ള വിവരമാണ് കിട്ടിയത്. അത് പോലീസ് പരമാവധി വിവരങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാനും അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനിൽ നമ്പ്യാർ, ആയിരക്കണക്കിന് പെൺകുട്ടികളെ മതം മാറ്റി എന്നുള്ളതാണ് ഇയാൾ ഇവിടെ വെച്ച്. വിധവകളായിട്ടുള്ളവരെ കണ്ടെത്തും. ഇയാളുടെ ഒരു രീതി ഇങ്ങനെയായിരുന്നു. വിധവകളായ ആളുകളെ കണ്ടെത്തുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തുക, കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകളെ കണ്ടെത്തുക, അവരെ ഈ ചെറുപ്പക്കാരെ ഇറക്കി പ്രണയിപ്പിക്കുക, ആ പ്രണയത്തിൽ അകപ്പെടുത്തി നേരെ ഈ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ജാതി തിരിച്ചായിരുന്നു ഈ മതപരിവർത്തനം നടത്തുന്നതിന്, പെൺകുട്ടികളെ കൊണ്ടുകൊടുക്കുന്നതിന് പണം നൽകിയിരുന്നത്. ബ്രാഹ്മൺ യുവതിക്ക് ഇത്ര, ക്ഷത്രിയ യുവതിക്ക് ഇത്ര, അങ്ങനെ ആ പ്രദേശത്തെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തുക നിശ്ചയിച്ച് നൽകിയിരുന്നത്. പിന്നാക്കക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് തീരെ കുറവ് തുക എന്ന രീതിയിലാണ് നൽകിയിരുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അത് യോഗിയുടെ ഉത്തർപ്രദേശിലായതുകൊണ്ട് മാത്രമാണ് കർശന നടപടിയെടുക്കാൻ സാധിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു കാര്യം പറയേണ്ടത്, അവിടെ നിന്നും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മധുപ്പൂർ ആ ഗ്രാമത്തിൻ്റെ അതിർത്തി കഴിയും വരെ ഞങ്ങളെ പിന്തുടർന്ന് ചില മോട്ടോർ ബൈക്കുകളിൽ ആളുകൾ എത്തിയിരുന്നു എന്നുള്ളതും ഇതോടൊപ്പം പറയേണ്ടതാണ്. ഒരു തവണ കൂടി അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വാഭാവികമായും അവർ നോട്ട് ചെയ്യപ്പെടും. നമ്മളുടെ ഫോട്ടോ അവരെടുത്തിട്ടുണ്ട്, നമ്മുടെ ദൃശ്യങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അവരുടെ ആളുകൾ നമ്മളെ മധുപ്പൂർ ഗ്രാമത്തിൻ്റെ അതിർത്തി വരെയും നമ്മളെ പിന്തുടർന്ന് വരികയും ചെയ്തു. വളരെ റിസ്ക് എടുത്താണ് ആ പ്രദേശത്ത് പോയത്. ആ മധുപ്പൂരിൽ ഇയാളുടെ വീടിന് സമീപത്ത് മാത്രമാണ് പോലീസിന്റെ ബന്ധൗസ് ഉള്ളതും CRPFനെ വിന്യസിച്ചിട്ടുള്ളതും. ശ്രീ RV ബാബു, ലക്നൌവിലെ ഒരു ഹോട്ടലിൽ നിന്നും ഈ പറഞ്ഞ ജലാലുദ്ദീനെ പൊക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നത് ഹിന്ദു യുവതിയായ നീതുവായിരുന്നു. നീതുവിനെ നസ്രീൻ എന്ന് നാമകരണം ചെയ്ത് ഇസ്ലാം മതത്തിൽ ആക്കിയിരുന്നു. നേരത്തെ പരാമർശിച്ചതുപോലെ വിധവകളായ, നിർധനരായ, സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ഹിന്ദു സ്ത്രീകളെയാണ് വിവാഹ വാഗ്ദാനം നൽകി വലയിലാക്കിയത്. ഇവർക്ക് വിദേശത്ത് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. മാത്രമല്ല, ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തതാണ്, എനിക്കറിയില്ല അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന്, RSSുമായി ബന്ധമുണ്ടെന്ന വ്യാജേന ഭാരത് പ്രതികർത്ത് സേവാ സംഘത്തിൻ്റെ ഭാരവാഹി ചമഞ്ഞും ഈ ജലാലുദ്ദീൻ കപട മതേതര കാർഡിറക്കി ഹിന്ദു സ്ത്രീകളെ വീഴ്ത്തിയിരുന്നു എന്നും റിപ്പോർട്ടുണ്ട്.
മാത്രമല്ല ഇയാളുടെ ലെറ്റർ പാഡിൽ നരേന്ദ്രമോദിയുടെ ചിത്രവും ദുരുപയോഗിച്ചു. ഇയാൾ മത തീവ്രവാദി മാത്രമായിരുന്നില്ല, നല്ല ഒന്നാം തരം തട്ടിപ്പുകാരനുമായിരുന്നു. നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു രാവണൻ കോട്ട കെട്ടിപ്പൊക്കുക, ആ രാവണൻ കോട്ടയിലെ രഹസ്യങ്ങളെല്ലാം രഹസ്യങ്ങളായി സൂക്ഷിക്കാനും സാധിച്ചു, അതും യു പിയിൽ എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയല്ലേ ആർ വി ബാബു? തീർച്ചയായും യു പി പോലുള്ള ഒരു സംസ്ഥാനത്ത് 6 കോടിയോളം മുസ്ലിം ജനതയുണ്ട് എന്നാണ് പറയുന്നത്. 6 കോടിയോളം പേര് മുസ്ലിങ്ങളാണ്. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഇരട്ടി ജനസംഖ്യയോളം ആളുകൾ യു പിയിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒട്ടനവധി ജില്ലകളും ഒട്ടനവധി താലൂക്കുകളും ഗ്രാമങ്ങളും ഉണ്ട്. അവിടെ അതിൻ്റെയൊക്കെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ഇപ്പോഴും ദുരൂഹമായിട്ടുള്ള പല കാര്യങ്ങളെയും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. അവിടെ ഒരു ഗ്രാമത്തിൽ 40 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു വലിയ, നേരത്തെ അവിടെ സൂചിപ്പിച്ച മാതിരി രാവണൻ കോട്ട എന്നോ രാക്ഷസ കോട്ട എന്നൊക്കെ പറയുന്ന ഒരു വലിയ കെട്ടിടത്തിനകത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ വിശദീകരിച്ചു. ആ പ്രവർത്തനങ്ങളിൽ നിർബന്ധിച്ചുള്ള മതം മാറ്റമുണ്ട്, ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങൾ, പ്രണയക്കെണിയിൽപ്പെടുത്തി കുട്ടികളെ കൊണ്ടുവരിക, തട്ടിക്കുക, അതേപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കിടെ കേന്ദ്രമായിട്ടത് പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എല്ലാ ഏജൻസികളും, അന്വേഷണ ഏജൻസികളും ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പണം ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. 60 കോടി രൂപ ഇയാളുടെ അക്കൗണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്, 10-22ഓളം ബാങ്ക് അക്കൗണ്ടുകളിലായിട്ട് എന്നൊക്കെയുള്ള വാർത്തകളും ഇതിനോടൊപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഇത് യോഗിയുടെ ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശിൽ ആയതുകൊണ്ട് നമ്മളൊക്കെ അറിഞ്ഞു, അദ്ദേഹം കർശനമായ നടപടിയെടുത്തു. ആ കെട്ടിടത്തിന് ഇടിച്ച് നിരപ്പാക്കുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ആക്ഷൻസ് യു പിയിലായതുകൊണ്ട് സംഭവിച്ചു. നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ പറയുന്ന മൃഗീയ ഭൂരിപക്ഷത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് തികച്ചും മതപരിവർത്തന കേന്ദ്രങ്ങളായിട്ടും അതേപോലെ മതഭീകരവാദ കേന്ദ്രങ്ങളായിട്ടാണ്. മതപരിവർത്തനവും ലവ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പല വിധത്തിൽ പല മാർഗത്തിൽ ചതിച്ച് കെണിയിൽപ്പെടുത്തി ഒക്കെ പല രൂപത്തിൽ കുട്ടികളെ, പെൺകുട്ടികളെ, വിധവകളായിട്ടുള്ള സ്ത്രീകളെ, ഇനി വിവാഹിതരായിട്ടുള്ള വീട്ടമ്മമാരെ ഒക്കെ പല രൂപത്തിൽ പ്രലോഭിപ്പിച്ച് പല രീതിയിൽ കെണിയിൽപ്പെടുത്തി ചതിച്ച് ഒക്കെ ഇവർ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, മതം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മതപരമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ് എന്ന് ഒരു കാരണവശാലും അവർക്ക് തോന്നുന്നില്ല. കാരണം അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, മതവിശ്വാസത്തിനെ അനുസൃതം ചെയ്യുന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ അവർ പിടിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ഒക്കെ ചെയ്താൽ അത് അവർ ദീനിന് വേണ്ടി ചെയ്ത കാര്യമാണ്, അത് സ്വർഗത്തിലേക്ക് അവരുടെ പ്രവേശനം എളുപ്പമാർഗത്തിലുള്ളതാക്കുന്നതാണ് എന്ന വിശ്വാസത്തിൻ്റെ ആ രൂഢമൂലമായ വിശ്വാസത്തിലാണ് അവർ ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ പ്രവർത്തനം അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ടതല്ല, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ എടുത്താൽ, കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ നടന്ന സത്യസരണി സമാനമായ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നൊരു സ്ഥാപനമാണ്. അവിടേക്ക് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടായിരുന്നോ? അവിടെ കേരള പോലീസ് മഞ്ചേരിയിലെ സത്യസരണി കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ തയ്യാറായിരുന്നോ? നിരോധിക്കപ്പെട്ട എത്ര നാളുകൾക്ക് ശേഷമാണ് കേരള പോലീസ് സത്യസരണിയിൽ കയറിയത്? സത്യസരണി സീൽ ചെയ്യാൻ തയ്യാറായത് എപ്പോഴാണ്? സത്യസരണിയിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒട്ടനവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അഖില ഹാദിയ കേസൊക്കെ നടന്ന സമയത്ത് അഖില ഹാദിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ, ഇന്ത്യ ടുഡേ നടത്തിയതാ, ജനം TV നടത്തിയതല്ലല്ലോ, ഇന്ത്യ ടുഡേ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മഹിളാ വിഭാഗം നേതാവ് സൈനബ തുടങ്ങിയിട്ടുള്ള ആളുകൾ അത് പറഞ്ഞതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്.
ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ അജണ്ടയുണ്ട്. അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനമാണ് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അജണ്ടയോടുകൂടി. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ ആ പെൺകുട്ടി ബിന്ദു, നമ്മുടെ ആ അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അമ്മ ബിന്ദു വെളിപ്പെടുത്തിയ കാര്യമുണ്ട്. അവരവിടെ പോയിരുന്നു. അവിടെ പോയി കണ്ട കാര്യം എന്താണ്? 10-40ഓളം പെൺകുട്ടികൾ അവിടെ തടവിൽ പാർപ്പിക്കപ്പെട്ട പോലെ കഴിയുന്നു എന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ കേരള പോലീസ് അനങ്ങിയോ? കേരള പോലീസ് അനങ്ങിയില്ല. കോടതിയിൽ കേരള പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ല, ഇത് തെറ്റാണ് എന്നൊക്കെയാണ്. അപ്പോൾ കേരള പോലീസും കേരള സർക്കാരും ഒക്കെ ഇത്തരം സംഭവങ്ങളോട് അനുകൂലമായ നിലപാട്, ഈ മതതീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്ന സാഹചര്യം കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല, ഇത് തമിഴ്നാട്ടിലുണ്ട്, ഇത് തെലങ്കാനയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, ആസാമിലുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോ കേന്ദ്രങ്ങളിലുണ്ട്. അതിന് സ്റ്റേണായിട്ടുള്ള വളരെ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റുകൾ, അത് ഹേമന്ത് വിശ്വാസ് ശർമ്മയുടെ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റാണ്, അല്ലെങ്കിൽ നമ്മുടെ യോഗിയുടെ ഗവൺമെന്റ് അങ്ങനത്തെ ഗവൺമെന്റാണ്. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളട്ടെ, അതായത് സത്യസരണി അടച്ചുപൂട്ടി, സത്യസരണിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഒക്കെ കണ്ടുകെട്ടിയെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷവും സത്യസരണിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയത്തിലും ചർച്ച നടത്തിയതാണ്. ഇപ്പോഴും സത്യസരണി എന്ന ബോർഡ് വെച്ച് സത്യസരണിയുടെ പ്രവർത്തനം മാത്രമല്ല, സത്യസരണിക്ക് വേണ്ടി ഫണ്ട് പിരിവ് എല്ലാം നിർബാധം നടക്കുന്നുണ്ട്. അല്ല അനിൽ നമ്പ്യാരെ, ഇന്ന് നമ്മുടെ കേരളത്തിന്റെ DGP ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. എന്തായിരുന്നു പ്രസ്താവന? അതായത് PFIയുടെ പ്രവർത്തകര് അവരിപ്പോൾ STPIയിൽ ചേക്കേറി പ്രവർത്തിക്കുകയാണ് എന്നാണ്. ഇന്ന് നമ്മുടെ DGP നടത്തിയ പ്രസ്താവനയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രസ്താവന കൂടി നടത്തി. നമ്മുടെ രാജ്യത്ത് നെക്കോട്ടിക് ടെററിസം ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന്. ഈ നെക്കോട്ടിക് ടെററിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നെക്കോട്ടിക് ജിഹാദ് എന്നാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ടെററിസം എന്ന് പറഞ്ഞാൽ പ്രധാനമായും 2 ടെററിസമാണുള്ളത്. പ്രധാനമായിട്ടും മുഴുവൻ ഭാരതത്തെയും ബാധിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിൽ 2 ടെററിസമാണുള്ളത്. ഒന്ന് മാവോയിസ്റ്റ് ഭീകരവാദവും, മറ്റൊന്ന് ഇസ്ലാമിക ഭീകരവാദവും. അപ്പോൾ ഇവിടെ നെക്കോട്ടിക് ഉപയോഗിച്ച് ടെററിസത്തിന് നെക്കോട്ടിക്കിന് ഉപയോഗിക്കുന്നത് ആരാ? മാവോയിസ്റ്റുകൾ പൊതുവെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ല. അവർ കള്ളപ്പണം, ഹവാല, നെക്കോട്ടിക് ഈ രീതിയിലല്ല അവരുടെ പ്രവർത്തനം. പക്ഷേ ഇതിനെ ഭീകരവാദത്തിന് ഈ പറയുന്ന നെക്കോട്ടിക്, ഹവാല, കള്ളപ്പണം, ഇതിന് കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്ലാമിക് ജിഹാദികളാണ്. അപ്പോൾ രാജ്യത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ടെററിസം നടക്കുന്നു എന്ന് രവത ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്. പല ബിഷപ്പ് എന്ന് പറഞ്ഞില്ലേ കേരളത്തിൽ ഈ നെക്കോട്ടിക് ജിഹാദ് പ്രവർത്തിക്കുന്നുവെന്ന്. അപ്പോൾ അന്ന് നെക്കോട്ടിക് ജിഹാദ് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതേപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കല്ലറങ്ങാട്ട് ബിഷപ്പിനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞവരാ. കേസെടുത്തവരാണ്. കേസെടുക്കണം എന്ന് പറഞ്ഞു VD സതീശൻ, കേസെടുത്തു കേരളത്തിൽ. അപ്പോൾ ഇതെല്ലാം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളോട് ഇവരുടെ സമീപനം എന്താണ് എന്നുള്ളത്. PFIക്കെതിരായിട്ടുള്ള നിലപാട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും 4 മാസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ PFIക്കെതിരായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായത്. അതും കേരള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരം. എന്തിന് നമുക്കറിയാലോ, KSRTC പറഞ്ഞു അവർക്ക് ഉണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് നടന്നു. ആ KSRTCയുടെ നഷ്ടം നികത്താൻ PFIയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ആ പണം KSRTC കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിധി നടപ്പിലാക്കാൻ കേരള സർക്കാർ എത്ര കാലം എടുത്തു? ഹൈക്കോടതിയുടെ എത്ര പ്രാവശ്യത്തെ വാണിങ്ങിന് ശേഷമാണ് കേരള സർക്കാർ അത് നടപ്പാക്കാൻ തയ്യാറായത്? അത് നടപ്പാക്കിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനുള്ള നടപടികൾ ആരംഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ മത തീവ്രവാദ ശക്തികളോട് ഐക്യപ്പെടുന്ന സർക്കാരും പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ നിർബാധം നടക്കുന്നുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ, അവിടുത്തെ ഈ പറയുന്ന ഇപ്പോൾ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ പിന്തുണ ഇതിനുണ്ടാകും, അല്ലെങ്കിൽ ആസാമിൽ അവിടുത്തെ മുസ്ലിം സംഘടനകളുടെ പിന്തുണ ഇതിനുണ്ടാകും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാകും. ഇതിനെ ശക്തമായി നേരിടാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള ഭരണകൂടം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമേ ഇതിനെ തകർക്കാൻ കഴിയൂ. ഇത് രാജ്യത്തിന് നേരെ ഉയർന്നു വരുന്ന ഒരു വലിയ ഭീഷണിയാണ്. ആസൂത്രിതമായി ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനം പറഞ്ഞത്. നമുക്ക് ആ ഭാഗത്തേക്ക് അടുത്ത ചർച്ചയിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും
കേരളം മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും, ഉത്തർപ്രദേശ് മാത്രമല്ല മുഴുവൻ ഭാരതത്തിലും ഇത്തരം പോക്കറ്റുകളിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് വളരെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതിനു നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനെ ഗൗരവമായി തന്നെ ഓരോ ഭരണകൂടങ്ങളും കണ്ടില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയ്ക്ക് രാജ്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് ഈ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് പറയാനുള്ളത്. CVM വാണിമേൽ, ലവ് ജിഹാദിൻ്റെ ചാങ്ങൂർ മോഡൽ, നമ്മൾ അങ്ങനെയാണ് ഈ ഡിബേറ്റിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഈ ചാങ്ങൂർ മോഡലിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഇതൊറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സത്യസരണിയുടെ പ്രവർത്തനം ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. സത്യസരണിയെ അടച്ചുപൂട്ടിയെങ്കിലും ഇപ്പോഴും രഹസ്യമായി, മാത്രമല്ല രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് പോലും ആ ബോർഡ് വെച്ച് അവർ പണപ്പിരിവ് നടത്തുന്നുണ്ട് സത്യസരണിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇത് നമ്മുടെ നാടിന് ഭൂഷണമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുക, അതിന് വിദേശ ഫണ്ട് സ്വീകരിക്കുക. ഇത് മലയാളത്തിലെ മറ്റ് മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊക്കെ ഈ വാർത്ത വന്നിട്ടുണ്ട്. ഇതിനെ ഭീതിയോടെയല്ലേ നോക്കിക്കാണേണ്ടത് ശ്രീ CVM വാണിമേൽ? ആദ്യമായിട്ടേ എന്നോട് നേരത്തെ എന്റെ സഹപ്രത ചോദിക്കണ്ടായി, ജനം TV കുറച്ചായിട്ട് കാണണമല്ലോ, നിങ്ങള് എനിക്ക് പറയാൻ സമയം തരണം. ഏകപക്ഷീയമായി നിലപാടെടുക്കുകയും നിങ്ങൾക്കുള്ളത് പറയുകയും എന്നെ പറയാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത പാടില്ല എന്ന് വിനയത്തോടു കൂടി ആദ്യം ആവശ്യപ്പെടട്ടെ. ആദ്യമായി ഞാൻ ശ്രീകാന്തിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇത് കള്ളത്തരത്തിന്റെ കൊടും ക്രൂരതയുടെ, അതിലപ്പുറം പറഞ്ഞാൽ തെമ്മാടിത്തത്തിന്റെ രാക്ഷസീയ നിലവാരമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടിയിട്ട് ഇവിടെയും ഇസ്ലാമിനെ ആക്രമിക്കാം എന്ന രൂപത്തിലുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞ അപകടകരമായ ഒരു പ്രസ്താവന, ഇത് മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇത് മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഈ ബാവയുടെ ഈ രാഷ്ട്രീയ കേന്ദ്രം ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. ഏതെങ്കിലും തെമ്മാടികളായ മുസ്ലിങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് ബോധമില്ലാത്ത മുസ്ലിങ്ങൾ, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യകളും ബോധിതമാകാത്ത മുസ്ലിങ്ങൾ, അങ്ങനെ ബോധ്യമായിട്ടും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അത് ഉത്തരവാദിത്വം മുസ്ലിങ്ങളും ഇസ്ലാമുമല്ല എന്ന ആദ്യമേയുള്ള അഭിപ്രായം ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തട്ടെ. എന്നാൽ അദ്ദേഹം നേരത്തെ സംസാരിച്ചിട്ട് മാനവ സുഹൃത്ത് പറഞ്ഞു ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. എന്ത് അബദ്ധമാണ് പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ച് 1% വിവരമുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനം അദ്ദേഹം നടത്തില്ല. ഒന്ന്, ഇത്തരം പൗരോഹിത്യത്തിനെതിരെ, ഇത്തരം മതപരമായ ചടങ്ങുകൾ എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന ദുഷ്പ്രവണതകളെ ഇസ്ലാം നിരോധിക്കുകയാണ്, ഇസ്ലാം നിഷേധിക്കുകയാണ്. ഇത് നേരത്തെ ഇത്തരം എവിടെയാണെങ്കിലും ഇതൊക്കെ തച്ചുടക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ ബാബ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു യഥാർത്ഥ മുസൽമാൻ എന്ന് പോലും പറയാൻ കഴിയില്ല. ഞാൻ തുറന്നു പറയാണ്, ഞാൻ സംവാദത്തിന് തയ്യാറാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ മുസ്ലിം എന്ന് പറഞ്ഞ് നാമകരണം ചെയ്ത വാവ എന്ന് പറയുന്ന ഈ രാക്ഷസീയ കേന്ദ്രത്തിന് നേതൃത്വം നൽകുന്ന ആൾ മുസൽമാനാണോ? ഒരു മുസ്ലിം ഇത് ചെയ്യാൻ കഴിയുമോ? പിന്നെ എന്ത് കാണുമ്പോഴും ലവ് ജിഹാദ്, ഒരു അറബി പ്രയോഗം നടത്തിയിട്ട് ഇസ്ലാമിനെ ഒന്ന് മർദ്ദിച്ച് കളയാമെന്ന മിഥ്യാധാരണയുണ്ടല്ലോ, അത് ആദ്യം നിർത്തിവെക്കണം. നടക്കില്ല. ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്, ഇന്ത്യയിലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടിയിട്ട് എന്തിനാ ഈ ദുഷ്പ്രയോഗം നടത്തുന്നത്? ഒന്ന്, ഇവിടെ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇസ്ലാമിക രാഷ്ട്രം. ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും ഇസ്ലാമിലില്ല. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ഒരു പദം പോലും ഖുർആനിലോ വിശുദ്ധ പ്രവാചകന്റെ വചനത്തിലോ എവിടെങ്കിലും കാണിച്ചെന്നാൽ ഞാൻ അദ്ദേഹവുമായി സമരസപ്പെടാൻ തയ്യാറാണ്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇസ്ലാമായി ജീവിക്കുക, മുസ്ലിമായി ജീവിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഏതെങ്കിലും ദുഷ്പ്രചരണങ്ങളെ, ദുഷ്ചെയ്തികളെ അത് മതമായി, ഇസ്ലാം മതം മാത്രമല്ല, ഹൈന്ദവ മതത്തിൽ ഹിന്ദു മതവിശ്വാസത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഹിന്ദു മതം മോശമാണെന്ന് പറയാൻ കഴിയുമോ? ക്രൈസ്തവ മതത്തിലില്ലേ, ബുദ്ധ മതത്തിലില്ലേ, ജൈന മതത്തിലില്ലേ, സിഖ് മതത്തിലില്ലേ? അപ്പോൾ മുസ്ലിം സമുദായത്തിലെ
ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം കാട്ടാളത്വം എന്നെ വിശേഷിപ്പിക്കും, കാട്ടാളത്വം മൃഗീയത്വം കാണിക്കുമ്പോൾ അതിന് ഇസ്ലാമായി കൂട്ടിക്കെട്ടി കിട്ടിയ അവസരം ഒന്ന് ഇസ്ലാമിനെ മർദ്ദിച്ചു കളയാം, പ്രഹരിച്ചു കളയാം എന്ന ഈ അഭിപ്രായത്തോടെ അങ്ങനെയാണ്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ വാണിമേൽ, അങ്ങനെ താങ്കൾ പറഞ്ഞു ഇതൊക്കെ അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മഞ്ചേരിയിലെ സത്യസരണിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. താങ്കൾ മലപ്പുറത്തുകാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? നിങ്ങളുടെ പാർട്ടി, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കടക്കം അറിയാം സത്യസരണിയിൽ എന്താ സംഭവിച്ചത് എന്ന്. താങ്കൾ ഈ പറഞ്ഞ ആർജവം അന്ന് താങ്കളുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കണ്ടില്ലല്ലോ. എന്തുകൊണ്ട് ഒരാൾ പോലും അനിസ്ലാമികമാണെങ്കിൽ അത് അനിസ്ലാമികമാണ്, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തള്ളിപ്പറയാനുള്ള ചങ്കൂറ്റം എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലെ ഒരാൾക്കും ഉണ്ടായിട്ടില്ല? അതാണ് അനുജി താങ്കള് കാര്യത്തെ കുറിച്ച് എത്രത്തോളം വിലയിരുത്താൻ അറിയില്ല. ചന്ദ്രിക അതിനെതിരെ മുഖപ്രസംഗം എഴുതി. മുഖപ്രസംഗം അവിടെ നിൽക്കട്ടെ. സത്യസരണി വാക്കുകളിൽ മാത്രം പോരാ. നിങ്ങൾ എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇറങ്ങിയില്ല? അനിസ്ലാമികമാണ് സത്യസരണിയുടെ പ്രവർത്തനം, അതുകൊണ്ട് അത് അടച്ചു പൂട്ടണം എന്നൊരാവശ്യം എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല? തള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാമോ? ഇന്ത്യ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന, മതേതരത്വം തകർക്കുന്ന, ഇസ്ലാമിനെ മോശമായി അവതരിപ്പിക്കുന്ന എല്ലാ പ്രവണതകളെയും ലീഗ് തള്ളി പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രിക തള്ളി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം മതപണ്ഡിതന്മാർ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിന്റെ, അത് പ്രാദേശിക നേതാവട്ടെ, ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ താങ്കളെ ഞാൻ അംഗീകരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് സത്യസരണിക്കെതിരെ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കൂ. ഞാനിപ്പോൾ ആ രേഖ എന്തുകൊണ്ട് നടക്കില്ലല്ലോ, ഞാൻ പറയാൻ സമ്മതിക്കുള്ളൂ. ആദ്യം നമ്മുടെ വിഷയത്തിലേക്ക് ആദ്യം പറഞ്ഞേക്ക് വരാം. ഒന്ന് പറയാനുള്ളത്, ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത് വളരെ വിനയത്തോടെ പറയാണ്, നിങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന ഈ പ്രത്യയ ശാസ്ത്രത്തെ, ഏതാണ് ആ പ്രത്യയ ശാസ്ത്രം? മനുഷ്യനെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി ഈ പ്രത്യയ ശാസ്ത്രം, മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഈ പ്രത്യയ ശാസ്ത്രം, എങ്ങനെ ഭരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രത്തെ ഏതെങ്കിലും മുസ്ലിം നാമധാരി ചെയ്യുന്ന പ്രവർത്തനങ്ങളോട് കൂട്ടിക്കെട്ടി ഇസ്ലാമിനെ അവമാനിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ കാര്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒന്ന്, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, നോക്കൂ സി വി എം വാണിമേൽ, ഒരു മിനിറ്റ് സി വി എം വാണിമേൽ, അവിടെയാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ നിർബന്ധിത മതപരിവർത്തനം. നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരള സ്റ്റോറി കണ്ടതാണല്ലോ സി വി എം വാണിമേൽ. നോക്കൂ, ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ സമയത്ത് അന്ന് 2015 ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജനം TV ആണ്. ഞങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. അന്ന് ബാക്കിയുള്ള മാധ്യമങ്ങൾക്കൊക്കെ പുച്ഛായിരുന്നു ഞങ്ങളോട്. ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമോ? നിങ്ങളെ ഇങ്ങനെ വ്യാജ വാർത്തകൾ ചമച്ച് അത് സംപ്രേഷണം ചെയ്യുകയാണ് എന്ന് പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. എന്തായി? 1 വർഷം കഴിഞ്ഞപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി. അതെല്ലാം മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അന്നും ശ്രീ വാണിമേൽ, ഞാൻ വീണ്ടും താങ്കളെ വെല്ലുവിളിക്കുകയാണ്, അന്നും താങ്കളുടേതടക്കം ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാരും ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കത് അനിസ്ലാമികമാണെങ്കിൽ നിങ്ങളുടെ മത നേതാക്കന്മാർ രംഗത്തിറങ്ങണം, രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്തിറങ്ങണം, ഇത്തരക്കാരെ തള്ളിപ്പറയാനുള്ള ആർജവം കാണിക്കണം. അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കും. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ദയനീയമാണ്. സി വി എം വാണിമേൽ, പറയാൻ സമ്മതിക്കൂ. ഏതൊക്കെ ഘട്ടങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ പ്രവർത്തനങ്ങൾ നടന്ന സമയത്തൊക്കെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും പ്രതിഷേധിച്ചിട്ടുണ്ട്, തെരുവിലിറങ്ങിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കണക്കുകൾ ഇപ്പോൾ വിവരിക്കാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, നിങ്ങളോട് കേൾക്കാൻ വേണ്ടി പറയാണ്. ഞങ്ങൾപ്പെട്ട ഒന്ന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ 1% പോലും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നെഞ്ചുവരുത്തി വർത്താനം പറയുന്നത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ശബ്ദം വന്നത്? എന്തിനാ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? ഞാൻ വെല്ലുവിളിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാണ്.
നിങ്ങൾ മറ്റൊരു ദിവസം വെക്കൂ, ഞാൻ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാണ്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും അല്ലെങ്കിൽ അതിന് സമ്മതം മൂടും അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാത്ത ഏതെങ്കിലും സാഹചര്യം ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ചില സംഘടന പേര് വരുമ്പോൾ അതിന് ഉത്തരവാദി മുസ്ലിം ലീഗോ ഇസ്ലാമിക പണ്ഡിതന്മാരുമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിം എന്ന് പറഞ്ഞ സമൂഹമുണ്ടല്ലോ, ആ സമൂഹത്തിൽ ഒരുപാട് തരക്കാരുണ്ട്, കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അഴിമതിക്കാരുണ്ട്, ഭീകരവാദികളുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ അതൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല, ഇസ്ലാമായി ബന്ധപ്പെടുന്നവരുമല്ല. ഈ യാഥാർത്ഥ്യബോധം പറയുമ്പോ നിങ്ങൾ വെറുതെ ഒരു വെല്ലുവിളി നിങ്ങൾ കാര്യം ചെയ്യൂ. ജനൻ ടി വി നാളെ വെല്ലുവിളി ഇറക്കിയ നിങ്ങൾ സംവാദം വെക്കുക വരാൻ തയ്യാറാണല്ലോ. ഞാൻ ഡേറ്റ് വെച്ച് പറഞ്ഞുതരാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തർപ്രദേശിൽ ഒരു വിഷയം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ മൊത്തം അധിക്ഷേപിക്കാൻ വരുന്ന മൗഢ്യമാണ്. ഒന്നുകൂടി പറയാം, എന്താണ് ഈ ലവ് ജിഹാദ്? ഏതെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഏജൻസി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് മയക്കുമരുന്ന് പറയുമ്പോൾ ഒരു ജിഹാദ് പറയാണ്. അറബി ഭാഷ എന്ന് പറയുന്നത് ആഗോളടിസ്ഥാനത്തിൽ ഒരു ഭാഷയാണ്. അത് മുസ്ലിങ്ങളെ മാത്രം ഭാഷയല്ല, ലോകത്തിന്റെ ഭാഷയാണ്, സംസ്കാരത്തിന്റെ ഭാഷയാണ്, സയൻസിന്റെ ഭാഷയാണ്, മതസഹിഷ്ണുതയുടെ ഭാഷയാണ്. ആ ഭാഷ എടുത്തുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ നടത്തുന്ന ഈ കുൽസിതമായ പ്രവർത്തനങ്ങളിലെ അത് സയനസത്തിന്റെ ഭാഗമാണ്. അത് അത് അംഗീകരിക്കാൻ ആർക്കും സാധ്യമല്ല. നിങ്ങൾ അങ്ങനെ ഒരു വിധത്തിനും വിചാരിക്കുകയും ചെയ്യണ്ട. ഓക്കെ ഡോക്ടർ ആരിഫ് ഹുസൈൻ മതതീവ്രവാദത്തെ ഒറ്റപ്പെടുത്തി തള്ളിക്കളയണമെന്ന് ആഹ്വാനം ചെയ്ത ഏതെങ്കിലും മതപണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ, പരാമർശിക്കാൻ പറ്റുമോ? ഇനി എൻ്റെ ശ്രദ്ധയിൽ അതൊന്നും പെടാത്തതാണോ? ഞാനിത് കുറച്ച് കാര്യങ്ങൾ എനിക്കിതിൽ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പറയേണ്ടത്, കാരണം ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണിത്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ചാങ്കൂർ ബാബ അതിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ ഇതിലെ ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്ക് പോലും നമ്മളിവിടെ പറയുമ്പോൾ, ഞാൻ മുന്നേ ഇവിടെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ വാക്കിനോട് യോജിക്കുന്നില്ല എന്നാണ് പറയുക. കാരണം ഒന്നാമത് ഈ ഇസ്ലാമിൽ ഈ ലവ് എന്ന് പറയുന്ന സാധനം തന്നെ ഹറാമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉരുപ്പടി കാശ് കൊടുത്ത് വാങ്ങിക്കുക, ഇത്രയേ ഉള്ളൂ ഇസ്ലാമിലെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് വലിയ കഥയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ലവ് എന്ന് കാണിക്കുന്നത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ മതത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമയത്ത് അവരതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. അത് ഇന്നത്തെ ഒരു ടൂൾ മാത്രമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ലവ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഉണ്ട് ഈ കൺവേർഷൻ ജിഹാദ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അതിവിടെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ മാരേജ് ജിഹാദ് എന്ന് വിളിക്കുന്ന ഒരു കൺസെപ്റ്റും അതും ഇവിടെ ഉള്ളതാണ്. ഇത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കമല സുരയ്യ തന്നെയാണ് അതിലെ 1 നമ്പർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ സമദാനിയെ പോലെയുള്ള ആളുകൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഉൾപ്പെടെ നമ്മളെ അഹമ്മദ് മാഷൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ട്, പുസ്തകത്തിൽ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഏതാണ്ട് 1 കോടിക്കണക്കിന് രൂപയാണ് അതിൽ കൈപ്പറ്റിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. സൗദി അറേബ്യ ആയിരുന്നു അതിന്റെ ഫണ്ട് ഇവിടെ ചെലവഴിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? 2 രീതിയിലാണ്. ഒന്ന്, മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഈ ദഅവത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു സംഗതി, അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. അത് ഇവിടെ ചെയ്യും. അതിൽ 2 രീതിയിലാണ് അത് ചെയ്യുക. ഒന്ന്, സമൂഹത്തിൽ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ മതത്തിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അവരെ കാണിച്ചുകൊണ്ട് അതേ കണ്ടില്ലേ നീൽ ആംസ്ട്രോങ് ഇസ്ലാമിലേക്ക് വന്നു, കമല സുരയ്യ ഇസ്ലാമിലേക്ക് വന്നു, അപ്പുറത്തെ ഒരു വലിയൊരു പീഡിയാട്രീഷ്യൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, അയാൾ വന്നു, ഏതൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, അയാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിച്ചിട്ട് ബാക്കി സാധാരണ മുസ്ലിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ മതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഇവരെ ഇതിനെ എടുത്ത് പറയുന്നത്, ഈ മതത്തിന് ഇത്രയും വലിയ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനകത്തേക്ക് വരുമോ എന്നൊരു ചോദ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ഇവിടെ ഒപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വലിയ പ്രോജക്റ്റിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞ സംഗതി. അപ്പോൾ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുക എന്നുള്ളത് മതത്തിന്റെ ഭാഗമാണ്. അതിലേക്ക് ആളെ കൂട്ടിയിട്ടുമുണ്ട്, അതിന് പണം പറ്റിയിട്ടുമുണ്ട്. ഇത് നമുക്കറിയാം, ഓരോ വർഷം സൗദി അറേബ്യ എന്നൊക്കെയുള്ള കണക്കുകൾ വരെ പുറത്തേക്ക് വിടാറുണ്ട്. ഓരോ വർഷം ഇത്ര ആൾ മതത്തിലേക്ക് വന്നു, അതിന് ഇത്ര രൂപ ചെലവാക്കി. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ജയിലറകളിലൊക്കെ കിടക്കുന്ന കഥകളൊക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ദഅവത്ത് നടത്തുന്ന ആളുകൾ തന്നെയാണ് പറയാ. അങ്ങ് അമേരിക്കയിലേക്ക് നോക്കൂ, അവിടെ ഇഷ്ടംപോലെ ആളുകൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾ, കുറ്റവാളികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വീമ്പിളക്കുന്ന കുറ്റവാളികൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിന്റെ കുഴപ്പമായിട്ടാണ് മാറുക. അത് ഇവർ മനസ്സിലാക്കില്ല. എന്തായാലും ഇതൊക്കെയാണ് അവിടെ എടുത്ത് പറയാറുള്ളത്. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇത് ഉണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇപ്പൊ മുന്നേ സംസാരിച്ചപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. ഇതിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, ഇസ്ലാമിൽ കൺസെപ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ കേട്ടു. രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല, അത് ശരിയാണ്. പക്ഷേ
ഖുർആനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഗതിയാണ് സൂറത്ത് അൻഫാൽ 8-ാമത്തെ സൂറത്ത് 39-ാമത്തെ വാചകം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഈ പറയുന്ന ഒരു ഖുർആനിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്ക വിജയത്തോടനുബന്ധിച്ച് ആ ഒരു ഘട്ടത്തോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള മദീനയിൽ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള സൂക്തം എന്ന് പറയുമ്പോൾ അതാണ് ഇന്ന് ഉള്ള സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ഇതിന് മുന്നേ ഉള്ള സംഗതികളെല്ലാം റദ്ദാക്കി കളഞ്ഞോ അതിനെ ദുർബലപ്പെടുത്തിയിട്ടോ വന്നിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതിയാണ്. ഇത് കൂടാതെയാണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറയുന്ന 9:5 പോലെയുള്ള മറ്റായത്തുകൾ. അപ്പോൾ ഭൂമിയിലുള്ള ഓരോ ഇഞ്ച് ഭൂമിയിലും എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെ മുഴുവൻ, ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചന്ദ്രനിൽ പോയി എന്ന് വിചാരിക്കുക, അവിടെയാണെങ്കിലും അവിടെയും ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി മാറുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇസ്ലാം ഒരു ഭൂലോകത്തെ മൊത്തം തിരിച്ചിരിക്കുന്ന രണ്ടായിട്ടാണ്, ഒന്ന് ദാറുൽ ഇസ്ലാം, ഒന്ന് ദാറുൽ ഹർബ്. അപ്പോൾ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇസ്ലാം ഉള്ളത് അത് ദാറുൽ ഇസ്ലാം. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയൊക്കെ ദാറുൽ ഹർബായിട്ടാണ് കണക്കാക്കാൻ കഴിയും. കാരണം അവിടെ മറ്റുള്ള ആളുകളുണ്ട്, ഇസ്ലാമിന്റെ ഭരണമല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇസ്ലാമിന്റെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കണം. ഇതാണ് അവിടെ അതിൽ വേണ്ടത് എന്താണ്? ആൾബലം കൂട്ടുക. ഇതന്നെയാണ് അവിടെ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പല പണികളുണ്ട്. അതിൽ ഒന്നാണ് ഈ പറയുന്ന ദഅവത്ത്. അതിന്റെ മറ്റൊരു വഴിയാണ് അതിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ഈ കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ മാരേജ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത് അവിടെയാണ്. ഇനി ഇത് ഇസ്ലാമിൽ നന്മയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസ് തന്നെയാണ്. അതിൽ പറയുന്നത് അറേബ്യൻ പെനിൻസുലയിൽ നിന്നും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുഴുവൻ ഞാൻ അടിച്ചോടിക്കും, ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞത് സാക്ഷാൽ മുഹമ്മദ് നബിയാണ്. അത് മരിക്കാൻ കിടക്കുമ്പോൾ ആ കിടക്കപ്പായി കിടന്നിട്ട് പറഞ്ഞ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വളരെ മാനവിക വിരുദ്ധവും വർഗീയപരവുമായിട്ടുള്ള ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതുപോലെ വിഘടനപരവുമായിട്ടുള്ള ഒരു വാദം ഉന്നയിക്കാൻ ഒരു പ്രവാചകന് സാധിക്കുന്നു എന്ന് വരുന്നോട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള അല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ മതത്തിൽ നിന്ന് വിട്ടകന്ന് നടക്കുന്നത്. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ പറയുന്ന സംഗതികളെ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നതാണ്. ഇനി രണ്ടാമത്തത്, ഇവിടെ ഇതിനൊക്കെ ആരെങ്കിലും തള്ളി പറഞ്ഞു എന്നുള്ളത് ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഇവിടെ അജ്മൽ കസബ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി മരിച്ചപ്പോൾ, അയാളെ തൂക്കിക്കൊന്നപ്പോൾ ഇവിടെ മയ്യത്ത് നിസ്കരിച്ചത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ തീരുമാനിക്കുക, അത് തീവ്രവാദികളാണോ നിസ്കരിച്ചത് അത് സാധാരണ മുസ്ലിങ്ങളാണോ നിസ്കരിച്ചത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇവിടെ യഹിയ സിൻവർ ഈ അടുത്ത് ഇവിടെ ഇസ്രായേലിന്റെ അവിടെ നിന്ന് വെടികൊണ്ട് അവിടെ ചത്തപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കരിച്ചു. അതാരാണ് നിസ്കരിച്ചത്? അതും ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളാണോ തീവ്രവാദി മുസ്ലിങ്ങളാണോ നിങ്ങൾ തീരുമാനിക്കുക. അതേപോലെ ഹനിയയ്ക്ക് വേണ്ടിയിട്ട് നിസ്കാരം, ഇതേപോലെ മറ്റൊരു തീവ്രവാദിയാണ്. അതേപോലെ ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട്, അത് ഞാൻ ഉണ്ടായിരുന്ന മഹല്ല് പള്ളിയിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. അയാൾക്ക് വേണ്ടിയിട്ടും ഇവിടെ നിസ്കരിക്കുന്നു. അങ്ങനെ ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന മലയാള മണ്ണ്. അതേപോലെ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ അത് ആനപ്പുറത്ത് കയറ്റുന്ന ഒരു മണ്ണ് പോട്ടെ. ഈ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ച സമയത്ത് നമ്മൾ എന്താ കണ്ടത്? അത് നിരോധിച്ചത് ശരിയായില്ല, അത് മുസ്ലിം വേട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും ന്യായീകരിക്കുക, അതിനെയും ഡിഫെൻഡ് ചെയ്യുക, അത് ചെയ്തത് ശരിയായില്ല എന്ന് പറയൽ ഇവിടെ ഉണ്ടായത്. ആ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു, അത് ഇവിടുത്തെ ഇടതുപക്ഷവും പറഞ്ഞു, ഇവിടുത്തെ മുസ്ലിം ലീഗും പറയുന്നു, നാട്ടുകാരും മുഴുവൻ പറഞ്ഞു. സാധാരണ മുസ്ലിമും ഇന്നും വിളിച്ചു പോകുന്നത്, അവരെ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ അവർ പറയുന്നതാണ് അത് ശരിയായില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ ഒരു വശത്ത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണെന്ന് പറയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കെ അതിന്റെ കാര്യകാരണങ്ങൾ, അതിന്റെ മറ്റുള്ള ഓരോ ലക്ഷണങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ സാമ്പത്തിക ഭീകരത വരെ ഇവിടെ ഇറക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പോട്ടെ, പഹൽഗാമിലുള്ള അക്രമം നടന്നു, അതിൽ മതമുണ്ട്. അവിടെ കലിമ ചോദിച്ചിട്ട് ആളുകളെ വെട്ടിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, മുണ്ട് പൊക്കി നോക്കിയിട്ട് വെടിവെച്ച് കൊല്ലുന്നു. അതിൽ യാദൃശ്ചികമായിട്ട് കലിമ പഠിച്ചുപോയി എന്നതിന്റെ പേരിൽ ആസാമിലുള്ള ഒരു പ്രൊഫസർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും അപ്പോഴും ഇവിടെ പറയുന്നത് ഈ തീവ്രവാദത്തിന് മതമില്ല എന്നാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ തീവ്രവാദത്തിന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആ മതത്തിലുള്ള തീവ്രവാദ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഇസ്ലാം അങ്ങനെയല്ല, എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കുന്ന ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് യഥാർത്ഥ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവില്ല. കാരണം ഇതെന്താണ്? ഇതൊരു നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസിയാണ്, ഒരു ന്യായവൈകല്യമാണത്. അതിവിടെ എടുക്കില്ല. അപ്പം നിങ്ങൾ ഇനി അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ഈ പറയുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിക്കാനുള്ളൂ. അതായത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതിലല്ലാതെയുള്ള എന്ത് സംഗതിയാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന ചങ്കൂർ ബാബ ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ പറയുന്ന താലിബാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഐസിസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹമാസ് ചെയ്തിട്ടുള്ളത്, TRF ചെയ്തിട്ടുള്ളത്, പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തിട്ടുള്ളത്? പോപ്പുലർ ഫ്രണ്ടുകാർ മിഷൻ 2047 ഡോക്യുമെന്റിൽ വരെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്.
ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ച് പറയാം, അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് പറയാം, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനെ കുറിച്ച് പറയാം, കള്ള കരാറുകളെ കുറിച്ച് പറയാം. ഈ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു കള്ള കരാർ പോലും മുഹമ്മദ് നബിയാണ് അത് ചെയ്തു വെച്ചത്. ഇത്തരത്തിലുള്ള എല്ലാ മാതൃകയും ഈ പറയുന്ന മതത്തിൽ ഉണ്ടായിരിക്കുക. ഇത് നമ്മളെടുത്ത് പറയുമ്പോൾ അത് എൻ്റെ മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാവില്ല. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബി ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ കണ്ട ആളുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്? ഒരു ഉദാഹരണം നിങ്ങൾ പറയൂ, അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, വാണിമേൽ, താങ്കളോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. തന്നെ പറ്റൂ. എന്തറിയോ, ഞാൻ ഒരു സ്വന്തവും നിങ്ങൾ പലരുമാണ്. ഒന്ന്, ആദ്യമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു പ്രയോഗം നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ വാക്ക് ക്രിസ്ത്യാനികളെയും ഇസ്രായേലിനെയും അട്ടിയോടിക്കണം എന്ന രൂപത്തിൽ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഹദീസ്, അതായത് പ്രവാചകന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ വെറും എല്ലാം കൊണ്ടും സംശുദ്ധമായ റിപ്പോർട്ടുകളുടെ ഏകീകരണമാണ് ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം. ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസാ പറഞ്ഞത്. എന്നെ പറയാൻ സമയത്ത് ഇടപെടരുത്. കേൾക്ക്, പറഞ്ഞോ, സമയം കളയാതെ കേൾക്ക്. കള്ളക്കണക്കിന് ഹദീസുകൾ. ഒരിക്കല് ഒരാളെ ബത്തക്ക നമ്മളെ വാട്ടർ വെറ്റിട്ട് തീരുന്നില്ല, ഉടനെ അയാളുടെ ഹദീസ് ഉണ്ടാക്കി, മൻ അഖലൽ ബത്തീഖ ദഖലൽ ജന്ന, ആരെങ്കിലും ബത്തക്ക കഴിച്ചാൽ സ്വർഗ്ഗത്തിൽ കടന്നു. ഉടനെ പ്രവാചകൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ നിഷിദ്ധമാണ് സംസാരിക്കുന്നത്. ഒരാൾ പാമ്പ് വളർത്തുന്ന ആളുണ്ടായിരുന്നു, പിന്നെ പാമ്പിനെ കൊല്ലുന്നവൻ ഇസ്ലാമില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് കള്ള ഹദീസുകളുണ്ട് ലോകത്ത്. അറബിയിൽ വരുന്നതൊന്നും സ്വീകാര്യമല്ല. പ്രവാചകന്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനും മാനുഷിക നിർമ്മിതിയുടെ അടയാളങ്ങളായിരുന്നു. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണ് വാണിമേൽ? ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കള്ള ഹദീസുകൾ, ഒരുപാട്. അല്ല, നിങ്ങൾക്ക് സ്വീകാര്യമായ ഹദീസുകൾ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. തിരുത്തുണ്ട് കേട്ടോ, നുണയാണ് പറയുന്നത്. ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ മുഴുവനും സ്വീകാര്യമാണ്. ഒരുപാടുണ്ട്. ഞാൻ കേട്ടോളൂ. ഒന്ന് കേട്ടോളൂ. മനുഷ്യർക്കിടയിൽ അറബികളും അനറബികളുമില്ല, കറുത്തവനും വെളുത്തവനുമില്ല. ഹദീസാണ്. നിന്റെ വീട്ടിൽ നീ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ വിശക്കുമ്പോൾ നിന്റെ ഭക്ഷണം സ്വീകാര്യമല്ല. അത് ഹദീസാണ്. നീ ഒരു മതേതര സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും മതചിഹ്നങ്ങളെയും നീ ബഹുമാനിക്കുക. അത് ഹദീസാണ്. ഒരുപാട് ഹദീസുണ്ട്. അറബിയിൽ പറയാത്തത് അങ്ങനത്തെ ഒരു വേദി അല്ലാത്ത കൊണ്ടാണ്. നിങ്ങൾ ഇങ്ങനെ കൈവക്കല്ല ആര്യ സാഹിബ്, എന്നെ പറയാൻ സമ്മതിക്കൂ. നിങ്ങൾ വളരെ അപകടകരമായ പ്രസ്താവന നിങ്ങള് മുസ്ലിമിന്റെ പേര് എനിക്ക് സമയം തരണം. നിങ്ങളിങ്ങനെ വേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കേൾക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരെ തെരഞ്ഞെടുപ്പിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാമിന്റെ പേര് വെക്കുന്നു. ഇസ്ലാമിന്റെ സുഖം അനുഭവിച്ചിട്ടാണ് നിങ്ങൾ അവസാനം ഇസ്ലാമിനെ തള്ളി പറയുന്നത്. അതിനെ കിട്ടിയല്ല സംഭവം. എനിക്ക് പറയാം. നിങ്ങള് പ്രവാചകന്റെ ജീവിതം മുഴുക്കെ ബർണാഷ, ഷേക്സ്പിയർ, ഗോയിത്തെ, എന്തിന് കാറൽ മാർക്സ് പോലും പറഞ്ഞു. എന്താ പറയാ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷേ മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. മുഹമ്മദിന്റെ അല്ലട്ടോ. അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. കാറൽ മാർക്സ് എഴുതി വെച്ചതാണ്. കേൾക്ക് എന്താ പറഞ്ഞത്? മുഹമ്മദിന്റെ മതം എന്തുകൊണ്ടാണ്? അന്ന് ക്രൈസ്തവ രാജ്യത്ത് തൊഴിലാളികൾ തൊഴിലെടുത്തിന് ശമ്പളം ചോദിക്കുമ്പോ വേതനം കൊടുക്കാതെ കൈകൂട്ടിക്കെട്ടി മർദ്ദിക്കുമായിരുന്നു മുതലാളിമാർ. അപ്പം കാറൽ മാർക്സ് പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ മതം അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ പറഞ്ഞതാ. എന്താ പറഞ്ഞറിയോ? പ്രവാചകനെ ഉദ്ദേശിച്ചുകൊണ്ട് കാറൽ മാർക്സ് പറയാണ്, മുഹമ്മദിന്റെ മതം അങ്ങനെയല്ല. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞ മതമാണ് മുഹമ്മദിന്റെ മതം. ഇസ്ലാം മുഹമ്മദിന്റെ മതമല്ല കേട്ടോ, ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ്. ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ പ്രവാചകന്റെ ജീവിതം മുഴുക്കെ എല്ലാം കൊണ്ടും സമൂഹത്തിന്, സമുദായങ്ങൾക്ക്, രാഷ്ട്രത്തിന് എങ്ങനെ ഭരിക്കണം, എങ്ങനെ ചിന്തിക്കണം എല്ലാം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രവാചകൻ. മാത്രമാണോ ഗോയിന്റെ, എംഗൽസ്, സീനോ, വില്യം മൂർ, എന്തിനേറെ പറയുന്നു മഹാത്മാഗാന്ധി, ടാഗോർ, എന്തിനേറെ ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതി അവാർഡ് നേടിയ ഖുശ്വന്ത് സിംഗ് വരെ ഇന്ത്യയിൽ വെച്ച് എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരു ഘട്ടം പോലും അപകടകരമായിട്ടുണ്ടായിട്ടില്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭരിക്കണം എന്ന് പഠിച്ചു കൊടുത്ത, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ നയിച്ചു കൊണ്ടുപോയ ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ വാക്ക് കള്ളമാണെന്ന് പറയുന്ന ഹാരിസെ, അങ്ങയുടെ പേര് മാറ്റണം. എന്താ പറയാ, നിങ്ങൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ മുജാഹിദായിരുന്നുവെന്ന്.
അങ്ങനെ ഇതാണോ പഠിച്ചത്? എനിക്ക് വേദനയുണ്ട്, എന്റെ ദുഃഖത്തോടെ ഞാൻ പ്രതിഷേധിക്കില്ല. ശ്രീ വാണിമേൽ അദ്ദേഹം അങ്ങനെയാണ് വേറൊരു ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം. വാണിമേൽ അതിനുകൂടെ ഒന്ന് മറുപടി പറയൂ പെട്ടെന്ന്. അതായത് ഒരു മിനിറ്റ് ശ്രീ വാണിമേൽ ഇങ്ങനെ പറഞ്ഞു പോവാതെ. ദേശവിരുദ്ധ പ്രവർത്തനം നടന്ന ഘട്ടങ്ങളിലൊക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അടിയന്തര പ്രമേയം നടത്തി ഞാൻ വെല്ലുവിളിക്കുന്നു. വലിയ കാര്യം അടിയന്തര പ്രമേയം ഇറക്കിയാ പോരല്ലോ. ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ സാധാ പ്രവർത്തകൻ ദേശവിരുദ്ധ പ്രവർത്തനം ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ ശ്രീ വാണിമേൽ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ സാധാ പ്രവർത്തകൻ അവൻ ദേശവിരുദ്ധ പ്രവർത്തനം ഏർപ്പെട്ടു എന്ന് പറഞ്ഞു. മാത്രമല്ല നിങ്ങൾ പറയുന്ന ദേശവിരുദ്ധ തീവ്രവാദികൾക്ക് പിന്തുണ കൊടുത്തു എന്ന് നിലച്ചാൽ പോലും നിങ്ങളോടൊപ്പം ഞാൻ BJP കയറാൻ തയ്യാറാണ്. കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന പാർട്ടികളെക്കാൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പിതാക്കന്മാരാണ് നമ്മുടേത്. അല്ല ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞു പോവാതെ വാണിമേൽ. അങ്ങനെയാണ് നേരത്തെ അദ്ദേഹം ഒരു മിനിറ്റ് താങ്കൾ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോവാതെ. നിങ്ങൾ ആദ്യം തുടങ്ങിയത് UP ആണ്. പിന്നെ നിങ്ങൾ മതത്തെ ആക്രമിക്കുന്നു, പ്രവാചകനെ ആക്രമിക്കുന്നു, മതത്തെ ഇത് ന്യായീകരിക്കാൻ വന്നോണ്ടല്ലേ. വാണിമേൽ ഒരു മിനിറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുന്നേ. അതായത് അദ്ദേഹം പറഞ്ഞു ഇപ്പോ അല്ല അജ്മൽ കസബിനും അതുപോലെ ഇയാസിനും മയ്യത്ത് നിസ്കാരം നടത്തിയ നാടാണ് കേരളം. അത് മുസ്ലിങ്ങളല്ലേ? പ്രവാചകനെ മോശമായി അവതരിപ്പിച്ച ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇനി കടങ്ങിരിക്കാൻ വയ്യ. അത് വൈകാരികമല്ല. ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അറബിയിലുള്ള ഹദീസ് മലയാളത്തിൽ പറഞ്ഞത് ചോദ്യത്തിന് മറുപടി പറ. മയ്യത്ത് നിസ്കാരം അജ്മൽ കസബിനും യഹ്യാസിനും വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയവർ ആരാണ്? കേരളത്തിലുള്ളവർ ആരാണ്? ഒന്നുകൂടെ പറയാം. നിങ്ങൾ വെച്ച ചർച്ച ഏതാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയൂ. നിങ്ങൾ വികാരം കൊള്ളല്ലേ? ഞാനൊരു കാര്യം പറയാം. ഒരു മിനിറ്റ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് കേൾക്കുന്നു. ഇവിടെ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ വാണിമേൽ കേൾക്കൂ. പ്രിയ സുഹൃത്തെ വാണിമേൽ ഒന്ന് കേൾക്കൂ. ഓക്കെ, നമ്മൾ നിങ്ങളോടൊന്നും വിരോധപ്രകാരം ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ചില കാര്യങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കൂ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് സംഗതി, ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലേതാണ് ഈ ഇസ്ലാമിൽ പറയാത്തത് അല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്യാത്തത് എന്നേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരു ഉത്തരവില്ല. ഒന്നത്. രണ്ട്, ഇവിടെ ഈ പറയുന്ന ഞാൻ സംസാരിക്കട്ടെ. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ കൈക്കൊള്ളൂ. ക്ഷമ. ഓക്കെ ക്ഷമ. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ. അസ്വബറു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ പകുതിയാണ്. ഓക്കെ, അസ്വബറു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഈ അറബിയിൽ ഇപ്പോ ഹദീസിന്റെ കാര്യം പറഞ്ഞു. ഇതിലേക്കൊക്കെ വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പറയുന്ന ചാങ്കൂർ ബാബയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് തള്ളി പറയുമ്പോൾ അത് ഇസ്ലാമിൽ ഉണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അവിടെ നിങ്ങൾ ഇല്ല എന്ന് പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ അത് ബാക്കിയുള്ളത് കൊണ്ടുവരും. എന്തിനാണ് നിൽക്കുന്നത്? നിങ്ങൾ പറയേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഹിന്ദു മതത്തിലെ പല കാര്യങ്ങളും ഇവിടെ കാണുമ്പോൾ ഹിന്ദു മത വിശ്വാസികൾ എന്താ വെച്ചാൽ ഇങ്ങനെ മതത്തിലുണ്ടോ എന്നാൽ ഞങ്ങൾ അത് തള്ളി എന്നാണ് പറയാറ്. അല്ലാതെ ഇത് ഹിന്ദു മതമല്ല എന്ന് പറഞ്ഞിട്ട് മെഴുകാൻ നിൽക്കാറില്ല. നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഈ മെഴുകലാണ്. അപ്പൊ നമ്മളത് അറിഞ്ഞ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ പറയും. അപ്പൊ നിങ്ങൾ കിടന്ന് വികാരം കൊണ്ടിട്ട് കാര്യമില്ല. പിന്നെ ഈ ഹദീസിന്റെ കാര്യം പറയുമ്പോൾ ആളുകളെ ഇത് വീക്ക് ആയിട്ടുള്ള ഹദീസാണ്, ഫേബ്രിക്കേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് ഹദീസ് എന്താണെന്നും സ്വഹീഹായ ഹദീസ് ഏതാണെന്നും ഞാനിവിടെ ഉദ്ധരിച്ചതുപോലും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസ് ആയിരിക്കെ അത് സ്വഹീഹ് അല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് വിരൽ തുമ്പിൽ കിട്ടും ഈ പറയുന്ന വാക്കുകൾ. അതായത് എക്സ്പെൽ, ജ്യൂസ്, ക്രിസ്ത്യൻസ്, അറേബ്യൻ പെനിൻസുല, ഈ 4 വാക്കുകൾ ഗൂഗിൾ അടിച്ച കറക്റ്റ് ഹദീസ് അവിടെ മുന്നിൽ വരുന്ന കാലഘട്ടത്തിൽ ഇരുന്നിട്ട്
നിങ്ങൾ ഈ 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധി പ്രകാരം കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇവിടെ വിലപ്പോവില്ല. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിന്റെ യുഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഈ ചാങ്കൂർ ബാബയുടെ കാര്യം പറയുമ്പോൾ അത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഇവിടെ വരുമ്പോൾ അത് ഇന്ത്യൻ മതേതരത്വത്തിനും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കോഎക്സിസ്റ്റൻസിന്റെ പ്രിൻസിപ്പിൾസിനും എതിരാണ്. അങ്ങനെ ഒരു സംഗതി മതത്തിലുണ്ടെങ്കിൽ ഞാൻ ആ മതത്തിൽ ആ ഏരിയയെ ഞാൻ തള്ളുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാവില്ലേ കൈയടിക്കാൻ? അതിന് പകരം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ ഈ പറയുന്ന സാധനം മതത്തിലില്ല എന്ന് പറഞ്ഞ് അത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിമറിക്കാൻ നിന്നാൽ അത് ഇവിടെ വില പോകില്ല. അത് നോട്ട് ട്രൂ സ്കോട്ട്സ്മാൻ ഫാലസി എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യം മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ ശരിയാവില്ല. എന്റെ ഇസ്ലാം അങ്ങനെയല്ല, ഞാൻ കണ്ട മതം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഈ ഭൂമി മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുക എന്നത് തന്നെയാണ്, യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ പണം കൊടുത്തും ആളുകളെ വശീകരിച്ചും. ഇനി ഹജ്ജിന്റെ നമ്മൾ സക്കാത്തിന്റെ അവകാശികളുടെ എണ്ണം പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഒരു കൂട്ടം ഏതാണ്? അതായത് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് പണം കൊടുക്കാം. അപ്പൊ പണം കൊടുക്കുന്നത് ഇസ്ലാമിൽ ഈ സക്കാത്തിന്റെ അവകാശികൾ 8 പേരെ എണ്ണിയതിൽ ഒന്നാണത്. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? അപ്പോൾ ഈ പണം കൊടുത്തുകൊണ്ട് ഇതുപോലെ കൺവേർഷന് വേണ്ടി നിൽക്കുന്ന ആളുകളെ അത് പണം കൊടുത്ത് ഇങ്ങോട്ട് വലിച്ചിടുന്ന പണി എന്ന് വെച്ചാൽ ബ്രൈബ് ചെയ്യുന്ന പണി, ഈ കൈക്കൂലി കൊടുക്കുന്ന പണി, എന്നിട്ട് മതം വളർത്തുന്ന പണി, ഇത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ടും എന്റെ കൈകൊണ്ടും ചെയ്തിട്ടുള്ള പണികളാണ് ഈ പറയുന്നത്. ദഅവത്ത് എന്ന് പറയുന്ന സാധനം കുറെ കാലം ചെയ്ത് നടന്നൊരു മനുഷ്യനാണ് ഞാൻ. ഈ സലഫിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങൾ കാണാത്തതുകൊണ്ട് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞേക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. ഈ സക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാണ് ഈ മതത്തിലേക്ക് ആളുകൾ ചാഞ്ഞു നിൽക്കുന്നവരെ പണം കൊടുത്ത് വീഴ്ത്തുക എന്നുള്ളത്. അത് തന്നെ ഇവിടെയൊക്കെ നടക്കുന്നുള്ളൂ. ഈ പണം കൊടുത്തുകൊണ്ട് ഇത് ഏർപ്പെടുന്ന ആളുകളും പോക്കറ്റ് വീർപ്പിക്കും. അത് തട്ടിപ്പിനുള്ള വഴിയായിട്ട് മാറ്റുന്നത് അത് വേറെ വിഷയം. പക്ഷെ മതത്തിൽ അങ്ങനെ വഴിയുള്ളത് ബാക്കിയുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതിന് അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ മതത്തിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ വെറുതെ വിടില്ല. എക്സ് മുസ്ലിങ്ങൾ അത് പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. നമ്മൾ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. ഓക്കെ ശ്രീകാന്ത്, ഈ ചാങ്ങൂർ ബാബ മതം മാത്രമായിരുന്നില്ല ആയുധം ആക്കിയിരുന്നത്. ATS റെയ്ഡിൽ പിടിച്ചെടുത്ത റെഡ് ഡയറിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരുകളുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളുണ്ട്. ഇവർക്കെല്ലാം പടി കൊടുത്താണ് ഇയാൾ അധോലോകം കെട്ടിപ്പടുത്തത് എന്ന റിപ്പോർട്ടുകളും പുറത്ത് വരുന്നില്ലേ? മാത്രമല്ല ശ്രീകാന്ത്, ഞാൻ നേരത്തെ കോട്ട് ചെയ്ത ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഉത്രൗള നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടിയ ഒരു സ്ഥാനാർത്ഥിക്ക് 90 ലക്ഷം രൂപ 2022 തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് നൽകി. മാത്രമല്ല 2027 തെരഞ്ഞെടുപ്പിൽ ഒരു മുൻ IPS ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതുമാത്രമല്ല 2023 കൊല്ലപ്പെട്ട ഗാങ്സ്റ്റർ ടേൺ പൊളിറ്റീഷ്യൻ അത്തീഖ് അഹമ്മദുമായി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയും അതും വൈറലായി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പൊളിറ്റിക്കൽ കണക്ഷനുണ്ട്, നെക്സസ് ഉണ്ട്, അതുപോലെ ബ്യൂറോക്രാറ്റിക് നെക്സസ് ഉണ്ട്. അതെല്ലാം ഒരു തരത്തിൽ ഇദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്നല്ല മനസ്സിലാക്കേണ്ടത്. അനിൽ തമീർ, ഇയാളുടെ ഈ പ്രദേശം ഇരിക്കുന്നിടത്തൊന്നും വളരെ അടുത്തായാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യം. 2, അത് സമാജ്വാദി പാർട്ടിയുടെ ഒരു ശക്തി ദുർഗമാണ്. അത് ആ മേഖല, മധുപൂർ എന്ന് പറയുന്ന മേഖല സമാജ്വാദി പാർട്ടിക്ക് നല്ല ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. മാത്രമല്ല ഇയാൾക്ക് പോലീസിൽ നിന്നും സഹായം കിട്ടി എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇയാളുടെ ഈ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വേണ്ടി റവന്യൂ വിഭാഗത്തിൽ നിന്നും ചില ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടി എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ED ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇയാളുടെ സാമ്പത്തിക പിന്തുണയെ പറ്റിയാണ്. പല ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കടക്കം ഇയാൾ പണം നൽകി സ്വാധീനിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഇയാൾ ലക്ഷങ്ങൾ ഒഴുക്കി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് സമാജ്വാദി പാർട്ടിയുടെ സഹയാത്രികൻ കൂടിയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ ബന്ധം, അത്തരത്തിൽ ഉദ്യോഗസ്ഥ ബന്ധം എല്ലാം ഇയാളുടെ ഈ പ്രവർത്തനത്തിന് സഹായമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ കാര്യം, അവിടേക്ക് കടന്നു കയറുക എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, അവിടേക്ക് കടന്നു കയറാം, പിന്നെ തിരികെ വരണം എന്ന് പറയരുത് എന്നുള്ളതാണ്. ഇപ്പോഴവിടെ പോലീസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാം, തിരിച്ചു വരാം. പക്ഷേ ഇനി ഒരു തവണ കൂടി അവിടെ പോകാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നടന്നു എന്ന് വരില്ല. അത് അവരുടെ കോട്ട തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ സംസാരിച്ച ലീഗിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ രാജ്യമുണ്ടാക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ശ്രമങ്ങൾ ഇസ്ലാമിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഞാൻ പറയുകയാണ്. മുൻപ് ഇവിടെ നിന്നും 21 ആളുകളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുമായി ഞാൻ ടെലഗ്രാമിൽ മുൻപ് ചാറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇതിലേക്ക് പോകാൻ
ISKP, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസ് എന്നാണ് അതിന്റെ പേര്. വിലായ ഓഫ് ഖൊറാസാൻ, പഴയ ഖൊറാസാൻ രാജ്യം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അയാളുടെ ഒരു ഉദ്ദേശം. അവിടേക്ക് ഈ ആളുകളെ കൊണ്ടുപോയതാണ് അയാൾ. ഞാൻ അയാളുമായി ചാറ്റ് ചെയ്തു, എനിക്ക് ഹിജ്റ ചെയ്യണമെന്ന് പറഞ്ഞു, ഞാൻ അതിൽ ചേരണമെന്ന് പറഞ്ഞു. ഞാനൊരു മുസ്ലിമായി അഭിനയിച്ചുകൊണ്ടാണ് അയാളുടെ അടുത്തേക്ക് പോയത്. ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് ISKP, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ പ്രൊവിൻസിലേക്ക് നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ കൂറ് തെളിയിക്കണം എന്നുള്ളതാണ്. ആ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അയാൾ പോയത്. നേരത്തെ RV ബാബു ചൂണ്ടിക്കാണിച്ച ബിന്ദുവിന്റെ മകൾ നിമിഷ, അതോടൊപ്പം തന്നെ മെറിൻ, അതോടൊപ്പം തന്നെ സോണിയ ഉൾപ്പെടെയുള്ളവരെയും കൊണ്ടുപോയത് ഇവിടേക്കാണ്. 21 പേരെയാണ് ഈ കൺവേർഷൻ ജിഹാദ് നടത്തി അവിടേക്ക് കൊണ്ടുപോയത്. ഞാൻ ഈ നിമിഷയുമായും സോണിയയുമായും മെറിനുമായും ഒക്കെ സംസാരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ചാറ്റ് റെക്കോർഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വളരെ ഇപ്പോൾ ഈ ഒരു ചാനൽ കൂടി തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് അത് കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം പാർട്ടി ലീഗ് വിട്ട് BJP-യിൽ ചേരാം, സമരസപ്പെടാമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഈ ചാറ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 100% ഉത്തരവാദിത്വത്തോടെ ഞാനത് പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കാര്യം വ്യക്തമായിരിക്കുകയാണ്. ശ്രീ പറഞ്ഞോ വാണിമൽ, പെട്ടെന്ന്. വ്യക്തമായിട്ടില്ല. ശ്രീകാന്ത്, താങ്കൾ ചെയ്ത ദൗത്യം ഒരിക്കലും എന്നാലും പറയാം, അതിനെ അവതരിപ്പിക്കാൻ കഴിയാത്ത, ഭാഷയില്ലാത്ത ഒരു പ്രവണത താങ്കൾ ചെയ്തിരിക്കുന്നത്. രാജ്യസ്നേഹത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, അതുമാത്രമല്ല കാടകത്തിനെതിരെയുള്ള താങ്കളുടെ റിപ്പോർട്ടില്ല. അത് ഞാൻ അഭിനന്ദിച്ചിരുന്നു. ശ്രീകാന്ത്ജി, ഒന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ ഈ പറയുന്ന ഈ ജിഹാദിന്റെ ഇത്തരം പ്രവണതകളുമായി ബന്ധമില്ലെന്ന് മാത്രമല്ല, അത് ഞങ്ങളുടെ എല്ലാവരും തള്ളിപ്പറഞ്ഞവരാണ്. ഞങ്ങളത് ഏറ്റെടുക്കണം. ഞാൻ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞൊരു മുസ്ലിം എന്ന് പറയുന്നത് വലിയ കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് കള്ളന്മാരുണ്ട്, രാജ്യദ്രോഹികളുണ്ട്. അവരൊന്നും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതെല്ലാം നമ്മൾ തള്ളി പറഞ്ഞതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പത്രം ചന്ദ്രയാണ്, നിങ്ങൾ ചന്ദ്രിക ഓഫീസിൽ പോയി നോക്കണം. നടക്കുന്ന എല്ലാ പ്രവണതകളെയും, ഏത് പ്രവണതകൾ, രാജ്യദ്രോഹത്തെ തള്ളിപ്പറഞ്ഞ പാർട്ടിയാ മുസ്ലിം ലീഗ്. ഒരു മിനിറ്റ്, ഞാൻ പറയാൻ സമ്മതിക്കൂ. അല്ല, ഒരു സംശയം അതും കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞോളൂ. ചെറിയ സംശയം. നിങ്ങൾ പറഞ്ഞല്ലോ ഈ മതത്തിൽ കുറെ കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ സമസ്തയുടെ ആളുകള് ഒരു 10ാം ക്ലാസ്സിലെ പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോ അവിടുന്ന് ഇറക്കി വിട്ടിരുന്നു. അത് അയാൾ പറഞ്ഞത് ഇത് മതത്തിന്റെ നിയമമാണെന്നാണ്. ഇത് തന്നെയാണ് കേട്ടോ താലിബാൻ അവിടെയും ചെയ്യുന്നത്. അപ്പൊ ആ സമസ്തയുടെ ആ ചെങ്ങാതി അവിടെ തങ്ങൾ നിൽക്കുന്നത്, അവർ കള്ളന്മാരാണോ? വിഷയത്തെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എന്നെ പറയാൻ സമ്മതിക്കൂ. താലിബാൻ എന്ന് പറയുന്നത് മതബോധമില്ലാത്ത, മതത്തെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അമേരിക്കൻ പണം കൊണ്ട് മനുഷ്യരെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ മുസ്ലിങ്ങളെ കൊല്ലുന്ന കൂട്ടരവര്. അവർ ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല. താലിബാൻ സമസ്തന്റെ വിശ്വാസം എന്താണ്? സമസ്തന്റെ വിശ്വാസം പ്രായപൂർത്തിയായ പെൺകുട്ടികൾ സ്റ്റേജിൽ പരസ്യമായി ആടാനോ പാടാനോ സംസാരം പാടാനോ അവരുടെ തത്വമാണത്. ഇതന്നല്ലേ താലിബാനും പറയണേ. അപ്പൊ താലിബാൻ ചെയ്യുമ്പോ അവര് കള്ളന്മാരും, സമസ്ത ചെയ്യുമ്പോ അവര് പോലീസുകാരും. ഒരു സെക്കൻഡ്. താലിബാൻ ചെയ്യുമ്പോ താലിബാൻ കള്ളനും, അതേ പണി സമസ്ത ചെയ്യുമ്പോ സമസ്ത പോലീസും ആവണം. എങ്ങനെയാണ്? അതെങ്ങനെയാ വ്യത്യാസം? അവരുടെ ഇസ്ലാമിക പ്രബോധനം, സെമിനാറുകൾ, ചർച്ചകൾ, ലേഖനങ്ങൾ, കവിതകൾ. കാട് കയറണ്ടല്ലോ, ചെറിയ കാര്യമല്ലേ നമ്മൾ ചോദിച്ചത്. സ്റ്റേജിൽ കയറുക എന്ന് പറയുന്നത് പാടില്ല, കുട്ടിയെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ സമസ്ത, സ്റ്റേജിൽ കയറരുത് എന്ന് പറയുന്ന താലിബാൻ, ഇത് രണ്ട് ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് താലിബാൻ കള്ളനും സമസ്ത പോലീസും ആവുന്നത്? അതെങ്ങനെയാണെന്ന് പറയൂ. സാഹിബിന് താലിബാനെ അറിയില്ല, സമസ്തയെ അറിയില്ല. സമസ്ത എന്ന് പറയുന്നത് മതനിഷ്ഠയോടുകൂടി ജീവിക്കാൻ, ആത്മീയത ചിന്തയോടുകൂടി ജീവിക്കാൻ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ കുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറക്കി വിടുകയല്ല ചെയ്തത്. ഇത് ഇറക്കി വിട്ടല്ലോ. സമസ്ത സെക്രട്ടറി ഒരു മിനിറ്റ്, നിങ്ങൾ എല്ലാ വിഷയം പറയുമ്പോഴേ താലിബാനെ കൂട്ടി പറയില്ല. താലിബാൻ എവിടെ കിടക്കുന്നു, സമസ്ത എവിടെ കിടക്കുന്നു? ഇത് രണ്ട് ചെയ്തത് ഒരേ കാര്യമല്ലേ? നിങ്ങൾ അത് ശരി. അപ്പൊ താലിബാൻ പറയുമ്പോൾ താലിബാനെ കള്ളെന്ന് നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ, താലിബാൻ ചെയ്ത അതേ പണി സമസ്ത ചെയ്യുമ്പോ സമസ്ത എങ്ങനെയാണ് പോലീസുകാരനാവണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സമസ്ത ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞല്ലോ, സംവാദങ്ങൾ, ലേഖനങ്ങൾ, അതുകൊണ്ട് അവര് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടാൽ മനസ്സിലാവുന്നില്ല. ശ്രീ വാണിമേൽ, താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. മുസ്ലിങ്ങൾ വെടിവെച്ചു കൊല്ലുക. അത് വെളുത്തില്ലല്ലോ, ഒത്തില്ലല്ലോ വാണിമേൽ, ഒത്തില്ലല്ലോ വാണിമേൽ, ഒത്തില്ല. വെള്ളിയാഴ്ച ദിവസം താലിബാൻ മുസ്ലിങ്ങളെ വെടിവെച്ചു കൊല്ലുന്നു. ഇസ്ലാമായിട്ട് ബന്ധമില്ല. അങ്ങനെയാണോ സമസ്ത?
അപ്പൊ ഈ പെൺകുട്ടി മുസ്ലിം പെൺകുട്ടിയല്ലേ? ഈ മുസ്ലിം പെൺകുട്ടിയല്ലേ സമസ്ത ഇറക്കി വിട്ടത്? പറഞ്ഞല്ലോ, സമസ്തയുടെ ഇറക്കി വിട്ടതല്ല, ഉപദേശമാണ്. ഇറക്കി വിടുകയാണ് ചെയ്തത്. വീഡിയോ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇറക്കി വിട്ടു. ചില ആളുകളുടെ പ്രയോഗങ്ങൾ അങ്ങനെ ആകാം. ഒന്ന് നോക്കൂ, അത് സമസ്തയുടെ വീഡിയോ വേണമെങ്കിൽ തരാം. വീഡിയോ വേണമെങ്കിൽ തരാം. അത് മാത്രമല്ല, കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ആ വേദിയിൽ സമസ്തയുടെ നേതാവ് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. ആടാനും പാടാനും ഇത് ആടലും പാടലും ഒന്നല്ല. 10ാം ക്ലാസ്സിൽ 1ാം റാങ്ക് വാങ്ങിച്ചതിന് സമ്മാനം വാങ്ങിക്കാൻ വന്ന പെൺകുട്ടിയാണ്. അതെ, അവിടെ എന്താ? അപ്പൊ ആ കുട്ടി എന്തിനാ ഇറക്കി വിടുന്നത്? സമസ്ത എന്തിനാ ഇറക്കി വിടുന്നത്? അത് ഇറക്കി വിടുന്നത് അത് ഇറക്കി വിട്ട ആളുകൾ കള്ളന്മാരാണോ അല്ലേ? മതത്തിലെ കള്ളന്മാരാണോ അല്ലേ? അദ്ദേഹം വിശ്വസിച്ച ആത്മീയ ചിന്തയുണ്ട്. ആ ആത്മീയ ചിന്തയുടെ പ്രകടനമാണ് കണ്ടത്. നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് തന്നെയല്ലേ താലിബാനും ചെയ്തത്? താലിബാൻ ചെയ്യുമ്പോ അത് കള്ളം ആവുന്ന എങ്ങനെയാണ്? അപ്പോ തോക്കല്ലല്ലോ. താലിബാനും പറഞ്ഞത് ഇറങ്ങിപ്പോ എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി മേലാൽ ഈ സ്റ്റേജിലേക്ക് വരണം, നിങ്ങൾക്ക് ഇനി സ്റ്റേജേ ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, സമസ്തയുടെ പ്രഖ്യാപന നയമാണത്. എന്ത് താലിബാനെ പോലെ ചെയ്യുന്നു? സ്റ്റേജിലേക്ക് വരാൻ പാടാന്നുള്ളത് ഇത് തന്നെയാണ് താലിബാന്റെ പ്രഖ്യാപിത നിലപാടാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജിലേക്ക് വിടില്ല എന്നുള്ളത്. ഇതെന്താ വ്യത്യാസം? ഞാൻ പറഞ്ഞ ശ്രീകാന്ത്, നിങ്ങൾ ചെയ്തൊരു മഹത്തായ ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ടെന്നറിയാം, നമ്മള് സത്യത്തിൽ ഈ കള്ള പ്രവാചകന്മാര്, കള്ള സന്യാസിമാര്, കള്ള പ്രമുഖന്മാര്, കള്ള പുരോഹിതന്മാരെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ മോശമായി പോയി. ഞങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മുസ്ലിം ചെയ്ത കുറ്റത്തിന് ഇസ്ലാം ഉത്തരവാദിയല്ല. ഒന്നുകൂടെ പറയട്ടെ, ഇസ്ലാമിൽ പ്രേമം നടിച്ചിട്ട് വിവാഹത്തിന് ഇസ്ലാമല്ല. ഓർത്തോ, പ്രേമം നടിച്ചിട്ട് വിവാഹമില്ല, അത് ഇസ്ലാമികമായി സ്വീകാര്യമല്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾ. ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതക്രമം കണ്ടിട്ട്, എന്റെ ജീവിതം കണ്ട് വേണം ഒരു മതക്കാർ ഇസ്ലാമിലേക്ക് വരാൻ. അത് പണം കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഞാൻ പറയാൻ സമ്മതിക്കൂ. ഇസ്ലാമിലേക്ക് അങ്ങനെ ഒരു സംശയമാണ്. കമല സുരയ്യ മതത്തിലേക്ക് വന്നത് പണം വാങ്ങിയിട്ടാണ്. സമ്പത്തോ പ്രേമോ സെക്സോ പ്രേമത്തിലൂടെയാണ് വന്നത്. കമല സുരയ്യ ഇസ്ലാമിലേക്ക് വന്നത് പ്രണയത്തിലൂടെയാണ്, ചതിക്കപ്പെട്ടിട്ടാണ്. അതിന്റെ പിന്നിൽ പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ കമല സുരയ്യ ആ വന്ന കാര്യത്തെ നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ? ഇസ്ലാമിക പ്രവാചകൻ നിങ്ങളുടെ തന്നെ നേതാവാണത്. സമദാനിയാണ് ആ ചെയ്തത്. ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു കഥാവൃത്തത്തിന്റെ പുതിയ മുഖം കണ്ട വലിയൊരു മഹതിയാണ് അവര് ഈന്തപ്പനത്തോട്ടങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, മുഹമ്മദ് നിന്റെ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ലോ എന്ന്. പക്ഷെ അവര് മരിക്കാൻ നേരത്ത് അവര് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി എന്നാണ്. അപ്പോഴോ ഒരു കാര്യം മനസ്സിലാക്കി, മരിക്കാൻ നേരത്ത് കമല സുരയ്യ പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി എന്നാണ്. അവരുടെ ശവസംസ്കാരം നടത്തിയത് ഇസ്ലാമിക രീതിയിലല്ല. ഏതെങ്കിലും ഒരു വ്യക്തികളെ കൊണ്ടോ, കലാകാരനെ കൊണ്ടോ, സാഹിത്യകാരനെ കൊണ്ടോ, സമ്പന്നനെ കൊണ്ടോ സുഹൃതമാകുന്നല്ല ഇസ്ലാം. അതിന് ഇസ്ലാമിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് സമദാനിയെ പറഞ്ഞ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇസ്ലാമിന് സമ്പന്നയുടെ ആവശ്യമില്ല. അങ്ങനെ ഇസ്ലാം ഇത് പറഞ്ഞ കാര്യം സമദാനിയെ പറഞ്ഞ് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇസ്ലാം വളരെ സർഗാത്മകതയോടെയാണ്. സർഗാത്മകത എന്നുണ്ട്, അവിടെ ഇസ്ലാമുണ്ട്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും. ഈ ചെറിയ സർഗാത്മകതയുടെ ഭാഗമായിട്ട് കണ്ടാൽ മതി ആരിഫ് ഹുസൈൻ, കേട്ടോ. പക്ഷെ ഇസ്ലാമിൽ സർഗാത്മകത ഹറാമാണല്ലോ, പാട്ട് പാടില്ലല്ലോ, സംഗീതം ഹറാമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഞാനൊന്ന് ആർ വി ബാബുവിലേക്ക് പോട്ടെ. ശ്രീ ആർ വി ബാബു, ആദ്യ ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിലാണ്. ഇതും കൂടി ഒന്ന് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ. ഞാൻ ഈ CVM വാണിമലിൻ്റെ ആ മതവിശ്വാസത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ, അല്ലെങ്കിൽ അമിതമൊന്നും ഞാൻ പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണല്ലോ. അത് നമ്മൾ ബാക്കിയുള്ളവർ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ. കാരണം താൻ വിശ്വസിക്കുന്നത് എത്ര തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. നല്ല കാര്യം, അദ്ദേഹം അങ്ങനെ നിൽക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പലതും കോൺട്രഡിക്ടറിയാണ്. അദ്ദേഹം ഹദീസ് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയട്ടെ. ആർ വി ബാബു പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ വാണിമൽ. ഞാൻ പറഞ്ഞത് ഹദീസിനെ തള്ളി പറഞ്ഞു അദ്ദേഹം. ഹദീസിൽ ഒരുപാട് കള്ള ഹദീസുകളുണ്ട്. ഓക്കെ, ഹദീസിൽ കള്ള ഹദീസുകൾ ഉണ്ടാവും. അംഗീകരിക്കുന്നവർ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഈ കള്ള ഹദീസുകൾ എന്ന് ഇപ്പോൾ വാണിമൽ പറയുന്നതിനെ പ്രമാണമായി സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾ ഒരു വലിയ വിഭാഗമുണ്ട്. അത് വേറൊരു വിഷയം, ഞാനതിനെക്കുറിച്ച് തർക്കിക്കുന്നില്ല.
പക്ഷെ ഖുറാൻ അങ്ങേക്ക് ഒരു തരത്തിലും തർക്കിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. ഒരു തരത്തിലും ഖുറാനെ സംബന്ധിച്ച് അങ്ങേക്ക് ആക്ഷേപമില്ലല്ലോ. പക്ഷെ ആ ഖുറാനിൽ 5:51 എന്താ പറയുന്നത്? 5:51 കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ ക്രിസ്ത്യാനിയെയും യഹൂദനെയും മിത്രങ്ങളാക്കരുത്, ഒരു കാരണവശാലും മിത്രങ്ങളാക്കരുത് എന്ന്. അങ്ങനെ പറയുന്നുണ്ടോ? അത് ഖുറാനിൽ ഇല്ലെന്നങ്ങ് പറയുമോ? ഇല്ലല്ലോ. ഇതേപോലുള്ള ഒട്ടനവധി പ്രസ്താവനകൾ ഖുറാനിലുണ്ട്. അപ്പോൾ അങ്ങ് പറയും അത് വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, ആ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. ശരി, ആ കോണ്ടെക്സ്റ്റ് ഇപ്പം നിലവിലില്ലല്ലോ. ഇപ്പം നിലവിലില്ലാത്തത് കൊണ്ട് ഖുറാനിൽ പറഞ്ഞത് ഇപ്പോൾ പ്രസക്തമല്ലെന്നെങ്കിലും അങ്ങ് പറയുമോ? ആ കോണ്ടെക്സ്റ്റ് ഇപ്പം നിലവിലില്ല. ഇപ്പോൾ 9 പറയുന്നുണ്ടല്ലോ, ആ 9 പറയുന്നത് കാഫർ മറ്റേ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം എന്നൊക്കെ പറയുന്നത് അത് പഴയ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. ബദർ യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ മെക്ക യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ അതിപ്പോൾ നിലവിലില്ലാത്തതാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിന് പ്രസക്തിയില്ല എന്ന് അങ്ങ് ധൈര്യപൂർവ്വം പറയാൻ തയ്യാറുണ്ടോ? ഇല്ല. ഖുർആനിലെ ഓരോ വാക്കും വളരെ പവിത്രമാണ്, അത് അങ്ങനെ തന്നെയാണ് എന്ന് അങ്ങ് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊരു കാപട്യമല്ലേ? ഇതിനെങ്ങനെയാണ് സത്യസന്ധമായ വിലയിരുത്തലായിട്ട് പറയുക? ഇപ്പോൾ ഇവിടെ നേരത്തെ ആരിഫ് പറഞ്ഞു, ഹിന്ദു മതത്തിനകത്ത് കാലഘട്ടത്തിന് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വന്ന സമയത്ത് സാക്ഷാൽ ശങ്കരൻ തന്നെ പറഞ്ഞത് ഈ ശ്രുതികൾ സ്മൃതികൾ എന്നൊക്കെ പറയുന്നത് അതാണ് പ്രമാണ ഗ്രന്ഥങ്ങൾ. ശ്രുതികളാണ് ഏറ്റവും പ്രമാണം, സ്മൃതികൾ അതിനുശേഷം വന്നതാണ്. ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ തീക്ക് തണുപ്പാണ്, തീക്ക് ചൂടില്ല, വെളിച്ചമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പ്രമാണ ഗ്രന്ഥം ശ്രുതിയാണെങ്കിൽ പോലും ആ ശ്രുതിയുടെ പ്രാമാണ്യം നഷ്ടപ്പെടുകയാണ് ചെയ്യാന്ന്. ഖുറാന്റെ പ്രാമാണ്യം ഈ രീതിയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ CVN വാണിമൽ? താങ്കൾക്ക് സാധിക്കുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ കടുംപിടുത്തം, മതവിശ്വാസത്തിലുള്ള കടുംപിടുത്തം ഇസ്ലാമിന്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മുടെ നാട്ടിൽ കടന്നു വന്ന കാലഘട്ടം മുതൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് മതത്തിലേക്ക് ആളെ കൂട്ടാൻ അന്ന് വാളും തീയും ഉപയോഗിച്ചു. ഇന്ന് ഇപ്പോൾ ഈ ചാങ്ങൂർ മോഡൽ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പോൾ ആരിഫ് അതിനോട് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് കറക്റ്റാണ്. മതപരിവർത്തന ജിഹാദ് എന്നാണ് അതിന് പറയേണ്ടത്. ലവ് ജിഹാദ് എന്നുള്ളത് തെറ്റായൊരു പ്രയോഗമാണ്. പക്ഷെ അത് ഉറച്ചുപോയത്, പല കാര്യങ്ങളും ഉറച്ചു പോകുമ്പോൾ അത് പിന്നെ നമ്മൾ അങ്ങ് ഉപയോഗിക്കുകയാണ് ആ ടേം. അപ്പോൾ ആ ടേം അനുസരിച്ച് നമുക്ക് ഇസ്ലാമിക ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന കാലം നോക്കൂ നിങ്ങൾ. തീയും വാളും ഉപയോഗിച്ച് നടത്തിയ മതപരിവർത്തനമല്ലേ ഇന്ത്യയിൽ നടത്തിയത്? അത് ഏറ്റവും ഒടുവിൽ നടത്തിയപ്പോൾ ടിപ്പുവിൻ്റെ കാലം. ഈ ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നടത്തിയ മതപരിവർത്തനങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അതിനെ നിങ്ങൾ വെള്ളപൂശാനല്ലേ ശ്രമിക്കുന്നത്? ടിപ്പുവിൻ്റെ തന്നെ കത്തുകൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ മറ്റേ മൈസൂരിൽ, കുടകില്, അതേപോലെ കേരളത്തിൽ നടത്തിയിട്ടുള്ള മതഭീകരവാദ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ടിപ്പുവിൻ്റെ കത്തുകളിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അതിനെ നിങ്ങൾ വെള്ളപൂശാനല്ലേ ശ്രമിക്കുന്നത്? 921 മാപ്പിള ലഹള മതപരിവർത്തനം നടന്നില്ലേ? അതിന് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കും? ആയിരക്കണക്കിന് ആളുകൾ മതം മാറ്റി എന്നുള്ളത് ചരിത്രമല്ലേ? ക്ഷേത്രങ്ങൾ തകർത്തു എന്നുള്ളത് ചരിത്രമല്ലേ? അതിനെ നിങ്ങൾ വെള്ളപൂശാനല്ലേ ശ്രമിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പറയും അത് സ്വാതന്ത്ര്യ സമരമാണ്. സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എന്തിനാണ് ക്ഷേത്രങ്ങൾ തകർത്തത്? എന്തിനാണ് മതപരിവർത്തനം നടത്തിയത്? അപ്പോൾ ഇതൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്തു വന്നതാണ്, ചെയ്തു വരുന്നതാണ്. അതിനൊന്നും നിങ്ങൾ നാളിതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. നിങ്ങൾ അതിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ ടിപ്പുവിനെ നിങ്ങൾ, ഔറംഗസീബിനെ നിങ്ങൾ, ഈ പറയുന്ന മുഗള രാജവംശക്കാരെ നിങ്ങൾ, അതേപോലെ മാപ്പിളകളെ നിങ്ങൾ തള്ളി പറയുന്നു എങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതിനെ മതവുമായിട്ട് കൂട്ടിക്കെട്ടണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം. നിങ്ങളിത് മുഴുവൻ അംഗീകരിക്കുകയാണ്, നിങ്ങളത് മുഴുവൻ വെള്ളപൂശുകയാണ്, നിങ്ങളിതിനെ മുഴുവൻ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവിടെ ആരിഫ് അജ്മൽ കസബിന്റെ കാര്യം പറഞ്ഞു. ഞാൻ യാക്കൂബ് മേമന്റെ സംഭവം ഓർക്കുകയാണ്. ഇപ്പോൾ യാക്കൂബ് മേമനെ തൂക്കിക്കൊന്നപ്പോൾ ബോംബെയിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ തടിച്ചുകൂടിയത് അവരെല്ലാം ഇസ്ലാമിന്റെ പക്ഷത്തുള്ളവരല്ല, ഇസ്ലാം അല്ല എന്നാണോ താങ്കൾ അഭിപ്രായപ്പെടുന്നത്? ലക്ഷക്കണക്കിന് മയ്യത്ത് നിസ്കാരത്തിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ബോംബെയിൽ തടിച്ചുകൂടി. ഇതിനെ ഏത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ, ലീഗ് അങ്ങനെ ഒരു നിലപാടെടുക്കില്ല, ചന്ദ്രിക അങ്ങനെ ഒരു നിലപാടെടുക്കില്ല. ഞാൻ ചോദിക്കട്ടെ, പഹൽഗാം വിഷയം ഉണ്ടായി, കാശ്മീരിലെ വിഷയങ്ങൾ ഒട്ടനവധി ഉണ്ടായി, അവിടെ നിന്ന് ഹിന്ദുക്കളെ അടിച്ചോടിച്ചു, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ഗാസയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം പഹൽഗാമിന്റെ സംഭവത്തിലോ അല്ലെങ്കിൽ അതിനു മുൻപ് ജമ്മു കാശ്മീരിലുണ്ടായ സംഭവത്തിലോ സമാനമായ പ്രതിഷേധത്തിന്റെ വോള്യം, ഗ്രാവിറ്റിയോടുകൂടി നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചിരുന്നോ? എപ്പോഴെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടോ?
ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരെ, മത തീവ്രവാദത്തിനെതിരെ നിങ്ങൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച ഒരു ചരിത്രം മുസ്ലിം ലീഗിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ പ്രസ്താവന നടത്തിയിട്ടുണ്ടാവാം, നിങ്ങളുടെ പ്രസ്താവന 2 വരിയിൽ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവാം. സോ വാട്ട്? എന്തു ഗുണം അതുകൊണ്ട്? പൊതുസമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള ഒന്നും നിങ്ങൾ നടത്തിയതായിട്ട് കാണുന്നില്ല. ചരിത്രത്തിൽ എവിടെയും ലീഗ് നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രവൃത്തി, ഇസ്ലാമിനോടുള്ള ഫോബിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇസ്ലാമിനോട് ഇന്ന് നിലനിൽക്കുന്നത് ഫോബിയ അല്ല വാണിമേൽ, ഇസ്ലാമിനോട് നിലനിൽക്കുന്നത് ഫിയറാണ്, ഭയമാണ്. അത് നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും ഒക്കെ കൂടി പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭയമാണ്. ആ ഭയമാണ് സമൂഹത്തിൽ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന എന്താ? കേരളം അതിവേഗം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു എന്നാണ്. ഈ ഭൂരിപക്ഷ സംസ്ഥാനമായി ഇപ്പോൾ മാറിയാൽ തെറ്റില്ലായിരുന്നു. എങ്ങനെയാണെങ്കിൽ സാധാരണ മതേതരത്വ സംവിധാനത്തോടുകൂടി മതം സെക്കൻഡറി ആയിട്ട് നമ്മുടെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും ഒക്കെ ആദ്യത്തെ നിലയ്ക്ക് കണ്ടിരുന്നുവെങ്കിൽ ഇസ്ലാം ഭൂരിപക്ഷമായാൽ കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക. ഇസ്ലാം ഭൂരിപക്ഷമായ സ്ഥലങ്ങളിലോട് എവിടെയൊക്കെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെയൊക്കെ ശരിയ അനുസരിച്ചുള്ള നിയമങ്ങൾക്കനുസൃതമായി അവിടുത്തെ സമൂഹം ജീവിക്കേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. ആ ശരിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ ആരിഫ് ചൂണ്ടിക്കാണിച്ചില്ലേ, മതം പ്രധാന ഘടകമായി വരികയും ആ പൊതുവേദിയിൽ നിന്ന് പെൺകുട്ടിക്ക് ഇറങ്ങിപ്പോകേണ്ടിയും ചെയ്തു വരുന്നത് ശരിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ശരിയാണ് അവിടെ പ്രധാനമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ആ ശരിയ നിയമം നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. സ്കൂൾ സമയമാറ്റമായാലും സൂംബ ഡാൻസിന്റെ കാര്യമായാലും മെക്കയിലെ നമ്മുടെ എന്താണ് ആ മറ്റേ ഒരു യോഗയുടെ ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇതെല്ലാം കാണുന്നത് ശരിയ നിയമത്തിനനുസൃതമായി കേരളത്തെ പരുവപ്പെടുത്തി എടുക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾ 30% നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. ഇത് 50% കടന്നാൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ള ഭയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, കേരളത്തിലെ മറ്റു വിഭാഗങ്ങൾക്കുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ രേഖപ്പെടുത്തിയത്. അതൊരു യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ള ചിന്തയാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന വർത്തമാനകാല യാഥാർത്ഥ്യത്തെയാണ് നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആരിഫ്, ചാങ്ങൂർ ബാബയെ യോഗി ആദിത്യനാഥ് ഒതുക്കിയിട്ടുണ്ട്, പൊളിച്ചടുക്കിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ബാബമാരെ ആരും ഒതുക്കും? നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഒരു ആഗോള ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുപോയിട്ട് വേണം എന്നാണ് അവസാനമായിട്ട് എനിക്ക് അതിൽ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു UP-യിലെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോക്കറ്റിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമല്ല. ആഗോളതലത്തിൽ തന്നെ ഇതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ നമുക്കറിയാം UK-യിലൊക്കെ കേട്ടിട്ടുള്ള ഈ ഗ്രൂമിങ് ഗ്യാങ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞ മാതിരി ഈ ദാവ ഗ്യാങ്ങും അതുപോലുള്ള ആളുകളൊക്കെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വലിയ കുഴപ്പമുണ്ടാക്കിയത് ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഒരു വിഷയമുണ്ട്. ഇനി ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു മാതൃക എന്ന് പറയുന്നത് വീണ്ടും അത് UAE അതുപോലെയുള്ള രാജ്യങ്ങൾ തന്നെ, പ്രധാനമായിട്ട് UAE തന്നെയാണ് അതിനകത്തേക്ക് വരിക. ഇത്തരം ആളുകളോട് സീറോ ടോളറൻസ്, അതാണ് അതിൽ നമ്മൾ കാണിക്കേണ്ടത്. കാരണം ഇതൊരു നമ്മളുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു വലിയൊരു വിഘടനവാദത്തിൻ്റെ ഒരു വിഭാഗീയതയുടെ ഒരു വലിയൊരു പ്രശ്നമായിട്ടാണ് ഇതിനെ കണ്ട് അതിന് മുളയിലേ നുള്ളേണ്ടത് ഒരു ബാധ്യതയാണ്. ഇവിടെ നമുക്കത് സാധിച്ചില്ല എന്നത് തന്നെയാണ്. വലിയ മന്ദിരങ്ങൾ, മൾട്ടി-മില്യൺ മാൻഷൻസ് അവിടെ കെട്ടിപ്പൊക്കിയതിൻ്റെ കഥയും അത് JCB വെച്ച് പൊളിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് വളരെ വൈകിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും അതേപോലെയുള്ള കെട്ടിപ്പൊക്കാനുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കണ്ട് ഇത് മുളയിലേ നുള്ളണം എന്നുള്ളതാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ അതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ മഞ്ചേരിയിലുള്ള സത്യസരണി പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതും അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നതൊക്കെ ആ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ്, ആഗോള പ്രശ്നമാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. ഇതിൽ ഈ ഒരു ടിപ്പർ ഇഫക്റ്റ് ആയി ഇത് പോകരുത്. ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ കുറച്ച് നാൾ ഇത് ചർച്ച ചെയ്യും, പിന്നെ അതങ്ങ് മറക്കും. അത് അങ്ങനെ ആകാൻ പാടില്ല. ഇതൊരു ലോങ് ടേമിൽ നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സംഗതി
സാമ്പത്തികമായിട്ടുള്ള മറ്റ് ഈ ഇക്കണോമിക് റിഫോംസിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ടെററിസമാണ്. അതിൽ ഒന്നാമത്തെ ടെററിസം എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസം ആയിരിക്കും. അതിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതിലേക്ക് വഴിവെക്കുന്ന പ്രധാനപ്പെട്ട വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഈ പറയുന്ന കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത ഒരു തട്ട് എന്ന് പറയുന്നത് ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ആട് മേയ്ക്കാൻ പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ഇതൊരു ഒരൊറ്റ നൂലിൽ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന സംഗതികളാണെന്ന് മനസ്സിലാക്കി ആ ഒരു ലെവലിൽ നമ്മൾ നിൽക്കാൻ നമുക്ക് സാധിക്കണം. മുസ്ലിം ബ്രദർഹുഡിനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ നിരോധിക്കുന്നതായിട്ട് നമ്മൾ പാശ്ചാത്യ ലോകത്തൊക്കെ കാണുന്നത്, അറബ് ലോകത്ത് കാണുന്നത്, പാശ്ചാത്യ ലോകത്തോട് അത് ചെയ്യണമെന്ന് UAE ആളുകൾ എങ്ങനെയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത്, സമാനമായ രീതിയിൽ നമുക്കും ഇവിടെ ചെയ്യാൻ സാധിക്കണം എന്നത് തന്നെയാണ് അതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, വാണിമേൽ സമയമില്ല, ഒരു മിനിറ്റ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ബാബുജി, ഞാനൊരു തീവ്ര മുസ്ലിമല്ല, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, വെള്ളം ചേർക്കാത്ത മുസ്ലിമാണ്. രണ്ടാമത്തെ അനിൽജി, നിങ്ങൾ ചെയ്ത് ശരിയാണ്. നിങ്ങള് ബാബുജിക്ക് ഒരു അവസരം കൊടുത്തു. ലാസ്റ്റ് സമയമാണിപ്പോ, എനിക്ക് പറയാൻ സമയമില്ല. ഒന്ന് ചുരുക്കത്തിൽ വ്യക്തമായി പറയാം. ഒന്ന്, ഖുർആനിൽ ഒരു ചെറിയൊരു അക്ഷരം പോലും കാലത്തിന് യോജിക്കാതായിട്ടില്ല. അതായത് പ്രവാചകന് ശേഷം യുദ്ധമില്ല, പ്രവാചകന് ശേഷം ദൈവിക ഗ്രന്ഥമില്ല, അതിനുശേഷമുള്ളത് സർഗാത്മകമായ ഇസ്ലാമിക പ്രബോധനങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ആര് വന്നാലും അത് സ്വീകാര്യമില്ല. ഖുർആനിൽ മനുഷ്യന്റേതായ ഒരു കൈകടത്തലും ഇല്ല, ഉണ്ടാവുകയുമില്ല. രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചാല്, ഇവിടെ കുറെ കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗ് കേരളത്തിൽ നടത്തിയ മതേതരത്വത്തിന്റെ സംവിധാനം ഉറപ്പിക്കാൻ നടത്തിയ പ്രകടനങ്ങൾ, അതേപോലെ പ്രസ്താവന എന്നാണ് ചരിത്രത്തിൽ തുലകക്ക്. ഞാൻ പറയാം, നിങ്ങൾ സംവാദം വെച്ചോളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാ ഘട്ടങ്ങളും മുസ്ലിം ലീഗാണ് തുടക്കത്തിൽ ചെയ്യാറ്. ഏതെല്ലാം ചോദിച്ചല്ലോ, ഇവിടെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് തിരുവനന്തപുരത്ത് സംവാദം സംഘടിപ്പിക്കാം. ആരിഫ് ഹുസൈനെ വിളിക്കാം, നമുക്ക് RV ബാബുവിനെ വിളിക്കാം, താങ്കളും പങ്കെടുക്കണം. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ദയവേത് ക്ഷമിക്കുക. മതേതരത്വത്തിന്റെ മകുടോദാഹരണമായിട്ട് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ അഭിനന്ദിക്കണം എന്നാണ് പറയാ. മുസ്ലിം ലീഗ് മതഭ്രാന്തനായ ചാങ്ങൂർ ബാബയുടെ സാമ്രാജ്യം യോഗിയുടെ ബുൾഡോസറുകളിൽ നാമാവശേഷമായിട്ടുണ്ട്. എന്നിരുന്നാലും അയാൾ കോർത്തെടുത്ത കണ്ണികൾ ഇങ്ങ് കേരളത്തിലും അതീവ രഹസ്യ സ്വഭാവത്തോടെ വർത്തിക്കുന്നുണ്ടാകും. മതന്യൂനപക്ഷമായതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ കരുതലും തലോടലും നിർലോഭം അക്കൂട്ടർക്ക് ലഭിക്കുന്നുണ്ടാകും. നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്നവരുടെ അടിവേരുകൾ അറുക്കണം. അതിന് യോഗി ആദിത്യനാഥിനെ പോലെ കരുത്തരായ ഭരണാധികാരികൾ ഉണ്ടാവണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും